ഈ പൊട്ടത്തിനെ കേട്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മുസ്ലിം ലീഗ് ജിന്നയുടെ മുസ്ലിം ലീഗ് 1.5 മണിക്കൂർ തയ്യാറുണ്ടായിരിക്കാനാണ്. പാകിസ്ഥാനിലേക്ക് പോയി. ഈ വീഡിയോ ഇത് അല്ല ഈ വീഡിയോ വന്ദേമാതരം വിവാദത്തിലെ പ്രതികരണവുമായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല, നമുക്കറിയില്ലായിരുന്നു ഇത് ഫുള്ള് പാടും എന്നുള്ള കാര്യം. അതിനിടയിൽ പാടുന്നതിനിടയിൽ പോയിട്ട് നിർത്താൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഈ മുഴുവൻ പാടുന്നത് ഒരു വലിയ പ്രശ്നമാണല്ലേ? മുഴുവൻ പാടുന്നത് പ്രശ്നമാണ്. അത് പ്രശ്നമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കാർക്കെങ്കിലും പ്രശ്നമുണ്ട് അവിടെ പാടിയാലെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാതിരുന്നാൽ മതി. പക്ഷേ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം കോൺഗ്രസിന് ഇതിനെതിരാണ്. കോൺഗ്രസ് ഇത് ഈ പറയുന്ന മറ്റു ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്ന പേരുകൾ വരുന്ന ലൈനുകൾ വരുന്ന കാര്യം അതിനകത്ത് വരരുത് എന്ന് പറഞ്ഞേക്കുന്നതാണ്. അത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഔദ്യോഗിക നിലപാടാണ്. അപ്പൊ ഔദ്യോഗിക നിലപാടിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകിച്ചുള്ള ഗൗതം കൃഷ്ണയും അതുപോലെ മറ്റാളുകളൊക്കെ മാധ്യമപ്രവർത്തനം നടത്തുന്നതിൽ ഇങ്ങനെയൊക്കെ മതി. സത്യത്തിൽ ഇപ്പൊ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ഇരുന്നെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തുന്ന ചർച്ചയായനെ. രാത്രി ന്യൂസ് അവർ നടത്തിയാനെ, വേണു പൊട്ടിത്തെറിച്ചാനെ, സ്മൃതി പരുത്തിക്കാട് പൊട്ടിത്തെറിച്ചാനെ, മാധു സജി പൊട്ടിത്തെറിച്ചാനെ, ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായാനെ. ഇതിപ്പോ കുഴപ്പമില്ല, ഒരാളും പൊട്ടിത്തെറിച്ചിട്ടില്ല. ഈ കേരളത്തിൽ ഒരു മാധ്യമവും പൊട്ടിത്തെറിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായത്. അത് വെറും ഇഗ്നറൻസ് ആണ്, അറിവില്ലായ്മയാണ് എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഈ ഗവർണർ അവിടെ കൃത്യമായിട്ട് പറഞ്ഞത് ഇതിന്റെ മുകളിലേക്ക്, അത് സദസ്സിലേക്ക് ആരെയും തന്നെ കയറ്റിയിരുത്തരുതെന്നാണ്. അങ്ങനെ സദസ്സിലേക്ക് ആരെയും കയറ്റിയിരുത്തതെന്ന് പറഞ്ഞപ്പോ കീഴ്വഴക്കങ്ങളൊക്കെ മാറ്റാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് എങ്ങനെയാണ് ഇത് അറിഞ്ഞില്ല എന്ന് പറയണത്? മുഖ്യമന്ത്രിയുടെ പ്രോട്ടോകോൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിലുള്ളൊരു വിട്ടുകളയലാണ്. അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ പോട്ടെ, മറ്റേ പുതിയ അഡ്വക്കേറ്റിനെ വെച്ചിട്ടുണ്ടല്ലോ, അഡ്വക്കേറ്റ് ജനറൽ ജാജുഭായി പോസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഗവർണർ വെള്ളാപ്പള്ളിയുടെ അല്ല, ഗവർണറുടെ എന്താണ് നിയമോപദേശകനാണ്. അദ്ദേഹം പ്രൊഫഷണലി വെച്ചതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി പോട്ടെ, ഹരിയസ് കർത്തയും നമ്മുടെ വി ഡി സതീശനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴത്തേക്കും രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. RSSകാരനാണ്. പക്ഷെ ഇതൊന്നും പ്രശ്നമില്ല. പിന്നെ ഭാഗ്യത്തിന് ഒറ്റ കാര്യമുണ്ട്, പിണറായി അല്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ ഈ ഇപ്പൊ ഗവൺമെന്റിന്റെ ഈ പറയുന്ന പോലെ പല പോസ്റ്റുകളിലേക്ക് ഇപ്പൊ ഇന്ന് നമുക്കറിയാം മുഹമ്മദ് ഷാ അടക്കമുള്ള നിരവധി പേരെ വെച്ചിട്ടുണ്ട്. ഈ വെച്ചതിൽ ഈ ഗവർണറുടെ ഉപദേഷ്ടാവായിട്ടുള്ള ആളെ വെക്കുമ്പോൾ അതിനകത്തൊരു കുഴപ്പമില്ല. പക്ഷെ മുഖ്യമന്ത്രി ആണെങ്കിൽ രണ്ടു തരത്തിലുള്ള നിലപാടാണ്, അത്രേ ഉള്ളൂ പ്രശ്നം. ഇതിനകത്ത് വേറെ കുഴപ്പമില്ല. നിങ്ങൾ അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. എന്റെ ചോദ്യം ഓക്കെ, എനിക്കിപ്പോ അത് അറിഞ്ഞില്ല, പാടുമ്പോ അപ്പൊ തന്നെ ഓടിപ്പോയിട്ട് നിർത്താൻ പറ്റുമോ, പാടറയിൽ ഇടക്ക് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമോ, കുയിക്കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഇത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പാടി, അത് കുഴപ്പമില്ല, പോട്ടെ. പക്ഷെ ഇത്തരത്തിലുള്ള സൗജന്യം ആദ്യമായിട്ടാണ് ഞാൻ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നത്. ഒരു മുഖ്യമന്ത്രി മാധ്യമങ്ങൾ ഒന്നും മിണ്ടുന്നില്ല, മാധ്യമങ്ങൾ മിണ്ടുന്നില്ലല്ലോ, മാധ്യമങ്ങൾ വായടച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ അത് ഞങ്ങൾ അറിഞ്ഞില്ല, പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്തു, അറിഞ്ഞില്ല. അതേസമയം ഈ മാധ്യമങ്ങൾ മാത്രമല്ല, കുറെ ഇടതുപക്ഷ ലിബറൽ ബുദ്ധിജീവികളുണ്ട്, അവരുടെയൊക്കെ അവര് പണ്ടുകടി മത്സരത്തിൽ ഇപ്പൊ കോൺഗ്രസ് നേതാവായിട്ടില്ല, കോൺഗ്രസ്സുകാർ പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അല്ല, കോൺഗ്രസ്സുകാർ മിണ്ടാത്തത് കുഴപ്പമില്ല, കാരണം അവരുടെ ഒരു മുഖ്യമന്ത്രി, ഇനി അവര് മിണ്ടില്ല, അവര് ന്യായീകരിക്കും. എന്റെ ചോദ്യം ന്യായീകരിച്ചു. ഇപ്പൊ കോൺഗ്രസ് നേതാവായിട്ടുള്ള BRM ഷഫീർ ഈ വിഷയത്തിൽ പറഞ്ഞത്, ദേശീയ ഗാനത്തെ പോലെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിന് ദേശീയ ഗീതവും. 1896 കൽക്കത്ത സമ്മേളനത്തിൽ ഇതിൽ രവീന്ദ്രനാഥ് ടാഗോർ പൂർണ്ണമായും ആലപിച്ചാണ് സമ്മേളനം തുടങ്ങിയത്. 1805 രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര രാഷ്ട്രീയ മുദ്രാവാക്യമായി പാർട്ടി വന്ദേമാതരം എന്നത് തെരഞ്ഞെടുത്തു. വന്ദേമാതരവും ദേശീയ ഗാനവും ദേശീയ പതാകയും എന്തിന് ഇൻകുലാബ് സിന്ദാബാദ് എന്നടക്കം കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. ഭാരതഭൂമി ദൈവത്തെ പോലെ മഹത്തരവും ശോഭനവും പ്രൗഢവും എന്നതാണ് അർത്ഥവും ഉള്ളടക്കവും. അതിൽ അപരമതവിദ്വേഷമില്ല. ആലാപന സൗകര്യാർത്ഥം ആദ്യ ഖണ്ഡം പാടിയിരുന്നെന്നു മാത്രം. ഇനിയും പാടും, കാരണം വന്ദേമാതരം കോൺഗ്രസിന് കൂടി വേണ്ടി രചിച്ചതാണ്. അല്ല, ഇത് സത്യത്തിൽ BRM ഷഫീറിനെ പോലെയുള്ള ആളുകളിൽ മാത്രമല്ല, നമ്മളൊരു 19 പേരെങ്കിലും ന്യായീകരിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഇത്തവണ MLA സീറ്റ് കിട്ടാത്ത ആളുകളൊക്കെ തന്നെ ഇത് ന്യായീകരിക്കുകയും അടുത്ത തവണ BJP-യിലേക്ക് പോകുമ്പോൾ ഇത് ഗുണകരമാവുകയും ചെയ്യും എന്നുള്ളതേ പറയാനുള്ളൂ. ഒന്ന് പിന്നെ ശരി, മറ്റേ BRM ഷെറീഫിന്റെ ഒക്കെ വാക്കുകളൊന്നും കേട്ട് എന്നെ പഠിപ്പിക്കണ്ട, ജനത്തിനെയും എന്ത് ചെയ്യണ്ട, പഠിപ്പിക്കണ്ട. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ജനത്തിനെ പഠിപ്പിക്കണ്ട എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം BRM ഷഫീറൊക്കെ ഈ പരിപ്പും കടലയും പൊതിഞ്ഞിട്ടുണ്ടെന്ന് പേപ്പറുകൾ വായിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയണം. ഇതിന് ശേഷം കോൺഗ്രസ് അതൊക്കെ ഈ പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ചിട്ടുണ്ട്, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ അതിനുശേഷം കോൺഗ്രസ് ഇതിന്റെ പുറത്ത് വലിയ യോഗം ചേരുകയും വലിയ തോതിൽ തീരുമാനമെടുക്കുകയും വലിയ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തതിനു ശേഷം തീരുമാനിച്ചത് ഇതിലെ ചില സ്റ്റാൻസുകൾ പാടണ്ട എന്നുള്ളതാണ്. അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് BRM ഷഫീർ അങ്ങോട്ട് വിഴുങ്ങിയേക്കണാണ്. BRM ഷഫീർ പിന്നെ പല കാര്യങ്ങളും എന്ത് ചെയ്യാം, വിഴുങ്ങാം. രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ചർച്ച നടന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തിരുന്നു, ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിരുന്നു 1 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി മാറ്റി പറഞ്ഞിരുന്നു. കാരണം അത് KPCCയുടെ നിലപാടല്ല എന്നൊക്കെ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും കോൺഗ്രസിലേക്ക് ഇനി തിരികെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ പുള്ളി അത് വിഴുങ്ങി. പിന്നെ പുള്ളി ഒരു ആവേശ കമ്മിറ്റിക്കാരനാണ്, അതുകൊണ്ട് അതൊന്നും നമ്മൾ കണക്കിലെടുക്കണ്ട. പിന്നെ പുള്ളിക്ക് ഇത്തവണ സീറ്റും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സീറ്റ് കിട്ടാത്ത നിരവധി പേർ ഇനി തന്നെ ആയിരിക്കും. കാരണം അത് BJPയുടെ സ്റ്റാൻഡാണ്. പിന്നെ എന്റെ ചോദ്യം ഒന്നുമല്ല, എന്റെ ചോദ്യം ഇപ്പൊ VD സതീശൻ വിട്ടുപോയി എന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ എന്തൊരു സൗമനസ്യമാണ് ഈ ആളുകൾ ഇതിനോട് കാണിക്കുന്നത്, ഈ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ ഒരു വല്ലാത്ത അവരൊക്കെ ഈ എന്താണ് ദേശീയത, രാഷ്ട്രത്തെ കുറ്റം പറയരുത് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പെട്ടുപോയെന്ന് തോന്നുന്നു മാധ്യമങ്ങളൊക്കെ. അതൊന്നുമല്ല, പെട്ടുപോയേക്കണ അതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ മറ്റേ ഈ പറയുന്ന അറ്റകുറ്റപ്പണി നടത്തണം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദേശീയതയുടെ പായോട്ടാ, അതൊന്നും കൊണ്ടിട്ടല്ല. ഇത് VD സതീശനെ സ്പോൺസർ ചെയ്ത് മുഖ്യമന്ത്രിയാക്കിയതിന്റെ പിന്നിൽ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ നമ്മുടെ മീഡിയ വണ്ണിന്റെ ഒക്കെ ചാനലുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഇനിയിപ്പോ VD സതീശനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അവരിപ്പോ VD സതീശൻ ഇനി നാളെ ദേശീയ ഗാനം പാടുകയോ നാളെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പം മുഴുവനായിട്ട് പാടിയാൽ എന്താ കുഴപ്പം? ഇപ്പൊ BRM ഷഫീർ പറയുന്ന പോലെ ഇതില് എന്താണ് അപരമത വിദ്വേഷം ഇല്ലല്ലോ. എന്റെ ഒരു സംശയം കേട്ടോ, എന്റെ ഒരു അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന ഒരു സംശയമാണ്. എന്താണ് ഇതിൽ മുഴുവനായി പാടിക്കോന്ന് ഞാൻ പറയുന്നത്? ഗൗതം ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇത് മുഴുവൻ പാടരുത്, ഇത് തെറ്റാണെന്ന് ഗൗതത്തിന്റെ പാർട്ടിയും അതുപോലെ ക്രൈം ഓൺലൈനും പറഞ്ഞതിന് ശേഷം ഉച്ചക്ക് ഗൗതം എന്ത് ചെയ്യരുത്, പാടരുത്. ഇനി അങ്ങനെ പാടുകയും നമുക്ക് കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. ഇതേ ഞങ്ങളുടെ അഖിലേന്റെ നേതൃത്വം തീരുമാനിച്ചു ഇത് തെറ്റാണ്, ഇനി ഇത് മുഴുവൻ പാടാം എന്ന് പറയും. നമുക്കൊരു ചർച്ചയില്ല. നാളെ ഇപ്പൊ BJP ഗവൺമെന്റ് വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ BJP ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തിട്ടുള്ള ആസാമിലും പുതുച്ചേരിയിലും ഒന്നും ഇത് പാടിയില്ല. കാരണം അവിടെ ഇത് ആവശ്യമില്ലെന്ന് മനസ്സിലായി. പക്ഷെ പാടിപ്പിച്ച എവിടെയെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഇവിടെ മാത്രമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണ്? അല്ല, VD സതീശൻ ഈ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കണം. ഏതത് അറിയില്ലായിരുന്നു, അത് അറിയില്ല. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ പിണറായി വിജയൻ ശരിക്കും പറഞ്ഞാൽ 90 ലക്ഷം രൂപയുടെ മോടി പിടിപ്പിക്കൽ നടത്തി ബംഗ്ലാവുകളിൽ. 2016 തന്നെ എന്റെ ഓർമ്മ, സബ്ജക്ട് ടു കറക്ഷൻ, എനിക്കറിയില്ല പൂർണ്ണമായിട്ടും. അപ്പൊ അതിൽ അത്തരത്തിലുള്ളൊരു പരിപാടി നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പത്രങ്ങൾ മാറിയല്ലോ. ഇപ്പൊ 3,95,00,000 രൂപയുടെ അറ്റകുറ്റപ്പണിയാണ്. ശ്രദ്ധിച്ചില്ലേ? പിണറായി എത്രയാണ് ചെയ്തത്? പിണറായി 90 ലക്ഷം ഏതാണ്ട് ശീമക്കൊന്നക്കിടക്കം 1.25 ലക്ഷം രൂപ കിട്ടിയതിനൊക്കെ ആയി. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ പിണറായി വിമർശിച്ചിരുന്നു, എനിക്ക് പരാതിയില്ല. എന്റെ ചോദ്യത്തിനുള്ളു, ഇതെങ്ങനെയാണ് അറ്റകുറ്റപ്പണിയാകുന്നത്? ഒരു 40 ലക്ഷം രൂപ ഏറ്റവും കുറവ് ഒരു ബംഗ്ലാവിന് എന്ത് ചെയ്യുന്നു, വരുന്നു അറ്റകുറ്റപ്പണിക്ക്, പ്ലസ് 90 ലക്ഷം രൂപക്ക് എന്ത് ചെയ്യുന്നു, അറ്റകുറ്റപ്പണി വരുന്നു. ഇപ്പൊ നമ്മളിപ്പോ വന്ദേമാതരത്തിലേക്ക് വരികയാണെങ്കിലുണ്ടല്ലോ, ഇതിലിപ്പോ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള മാറ്റം കൂടി വന്നിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയും ചെയ്തു. തുർക്കി തൊപ്പി ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞത് ദൈവനാമത്തിൽ നിന്നുള്ളതാണ്. അള്ളാഹു എന്ന് പറയുന്ന പ്രയോഗം എടുത്തു കളഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും ഒരു മെസ്സേജിങ് ആണോ? അതായത് കോൺഗ്രസ് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിനൊപ്പമാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജിങ് ആണോ അവിടെ? എന്താണ് ഗൗതി പറയണത്? കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? മറ്റിവിടുത്തെ ക്ലബ്ബാണ്. എറണാകുളത്തെയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെയോ പറവൂരിലെയോ ക്ലബ്ബാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിലപാടെന്താ? ഇപ്പോഴും അവരുടെ നിലപാടെന്താ ഈ പ്രശ്നത്തിൽ? ഈ BRM ഷെരീഫ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ശരി, ഷെരീഫ് പറയുന്നത് കണ്ണുടച്ച് വെച്ചിരിക്കുക. ഷെരീഫ് പറയുന്നതാണോ നിലപാട്, മറ്റേ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നതാണോ, രാഹുൽ ഗാന്ധി പറയുന്നതാണോ നിലപാട്? ആ നിലപാടിന്റെ കാര്യത്തിൽ നമുക്ക് വ്യത്യാസമുള്ളൂ. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ല. ഇതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ് എന്ന് VD സതീശൻ പറയുമ്പോൾ തന്നെ അവരുടെ നിലപാട് ഇതിനൊപ്പമല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടല്ല പാടിയെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്താണ് BRM ഷഫീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയില്ല. സത്യത്തിൽ VD സതീശൻ പറഞ്ഞത് പിന്നെ ഒരു പരിധി വരെ നമുക്ക് എടുക്കാം. കാരണം എന്താ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് മുഴുവൻ പാടുമെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അത് തടയുമായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അല്ലാതെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പാടുമെന്ന്, പിന്നെ പാടിയാൽ എന്താ കുഴപ്പമൊന്നല്ലല്ലോ പുള്ളി ചോദിച്ചത്. അപ്പൊ അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഏറ്റവും കുറഞ്ഞ പക്ഷെ ആ സത്യത്തിനെങ്കിലും കാണിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാടിനെ കുറിച്ച്.
മാധ്യമങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം ഇതിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നില്ല ഒരു മാധ്യമവും, VD സതീശനെയും വിമർശിക്കുന്നില്ല. പക്ഷെ ഭാഗ്യത്തിന് അവിടെ പിണറായി വിജയനാണെങ്കിൽ എന്ത് ചെയ്താനെ? ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേ വൻ BJP സംഘപരിവാർ അജണ്ട ഇന്നലെ രാത്രി RSSുമായിട്ട് കൈകോർത്ത് നിന്നിട്ട് എന്ത് ചെയ്തു? രാത്രി ഇരുന്ന് സമൂഹഗാനം പാടാനായിട്ട് പിണറായി കൂടി എന്ത് ചെയ്തു? പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ KM ഷാജിയുടെ ന്യായീകരണം ഞാൻ കേട്ടോ, അത് ഇതിനേക്കാൾ ഗംഭീരമാണ്. KM ഷാജി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നല്ലോ, ബാക്കിയുള്ളവരുണ്ടായിരുന്നല്ലോ എന്നാണ്. ഞാൻ ഗൗതത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഗൗതം ഒരു സ്ഥാനാരോഹണ ചടങ്ങോ ഗൗതത്തിന്റെ കൊച്ചിന്റെ ബാപ്റ്റിസോ വേറെ എന്തെങ്കിലും പരിപാടിയാണ്. ഗൗതം ഒരു പാട്ടുപാടി ഞാൻ എതിർക്കേണ്ട ആവശ്യമുണ്ട്? പ്രതിപക്ഷത്തിന് ഇതിനകത്ത് എന്താ റോഡ്? പ്രതിപക്ഷം വിളിച്ചിട്ട് വന്നവരാണ്. അപ്പൊ ആ പരിപാടിയിൽ എതിർപ്പായിട്ട് ആദ്യം വന്നത് മുഹമ്മദ് റിയാസ് നീക്കമാണ്. അയ്യോ, മുഹമ്മദ് റിയാസ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുഹമ്മദ് റിയാസ് രാവിലെ എഴുന്നേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസ് എന്താ പ്രത്യേകിച്ച് ഒരാളാണോ? മുഹമ്മദ് റിയാസ് DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. സ്വാഭാവികമായിട്ട് മുഹമ്മദ് റിയാസ് പറയും. അതിനെന്താ? അപ്പൊ ചേട്ടൻ പറഞ്ഞിരുന്നു ഇതിലുള്ള ഒറ്റ പ്രശ്നം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ എന്താണ് നിലപാട്, അതിൽ നിന്ന് പാടുന്നതിൽ കുഴപ്പമുണ്ട്. പാടുന്നതിലെ കുഴപ്പത്തിലേക്ക് താങ്കൾക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ താങ്കൾ പാടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന രാജ്യത്ത് ഒരു തരത്തിലുള്ള ഔദ്യോഗിക ചടങ്ങുകളിൽ പാടുന്ന പാട്ടുകളിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ, ഹിന്ദു മതത്തിന്റെ എന്നല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവങ്ങളെ ആരാധിക്കുന്ന വരികൾ ഉണ്ടാവേണ്ടതില്ല എന്നുള്ളത് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ നിലപാടാണ്, തീരുമാനിച്ച കാര്യമാണ്. ആ തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ രാജ്യം മാറിപ്പോകുന്നു എന്നുള്ളത് വലിയ സൂചനയാണ്, വലിയ ദുസൂചനയാണ്. അതാണ് കാര്യം. പക്ഷെ നിഷ്കളങ്കമായിട്ട് താങ്കൾക്ക് ചോദിക്കാം. അല്ല, നിഷ്കളങ്കമായിട്ട് BRM ഷഫീർ പറയുന്നതാണ്, നിങ്ങൾ എന്തിനാണ് ഇതിൽ പ്രശ്നമാക്കുന്നത്? അപരമത വിദ്വേഷം ഇതിലില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ക്രിസ്ത്യൻ മറ്റേ ഡിവോഷണൽ സോങ് അടക്കം, ക്രിസ്ത്യൻ ഈശോയെ പ്രകീർത്തിക്കുന്നതടക്കം, നാളെ മുഹമ്മദ് നബി പ്രകീർത്തിക്കുന്നതടക്കം പാടിയാൽ ഇത് തന്നെ BRM ഷഫീർ പറയോ? ഓക്കെ, ചോദ്യം ഇതാണ്. ഒരു മിനിറ്റ്, എന്താണ് ഈ ദുർഗ, ലക്ഷ്മി, സരസ്വതി ഇതൊക്കെ രാജ്യത്തിന്റെ എന്താണ് കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ബംഗാൾ റവല്യൂഷന്റെ ഭാഗമായിട്ട് ബങ്കിം ചത്തോപാധ്യായ അദ്ദേഹമൊക്കെയാണ് ഇത് എഴുതിയത്. ഈ വന്ദേ മാതരമൊക്കെ ഉള്ള ആളാണ്. ഇത്ര വായിക്കൊള്ളാത്ത പേരൊക്കെ രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധിയൊക്കെ ആദ്യ കാലങ്ങളിൽ ഇത് മുഴുവനായിട്ട് പാടിയതാണ്. അപ്പൊ ഏറ്റവും ആദ്യം എതിർപ്പായി വന്നത് മുസ്ലിം ലീഗാണ്, പ്രത്യേകിച്ച് മുഹമ്മദ് അലി ജിന്നയാണ്. ജിന്നക്ക് ഈ രണ്ടുപേരും പാടുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല. അതിനുശേഷമാണ് നിലപാട് മാറിയത്. ഏത് രണ്ടു മാത്രം പാടിയാൽ മതി എന്നുള്ളത്. ഇത് അതിനു മുമ്പ് പാടി എന്നൊക്കെ പറയുന്നതിന് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം രാമരാജ്യം വരണമെന്ന് മഹാത്മാഗാന്ധി അടക്കം പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പല മതങ്ങളിലുള്ള, പല ജാതികളിലുള്ള, പലതരത്തിലുള്ള ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് വന്നിരുന്നു. അവരൊക്കെ അവരുടേതായിട്ടുള്ള പൂജ, ഈ പറഞ്ഞ പോലെ പല പ്രാർത്ഥനാ യോഗങ്ങൾ പോലെയുള്ള യോഗങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സംഘടിപ്പിച്ചിരുന്നു. സമയമുണ്ടെങ്കിൽ ഞാനിതൊക്കെ പറയാൻ വേണ്ടിയിരുന്നു. ഇത് എന്നെ പറഞ്ഞ് പേടിപ്പിക്കരുത്, ഞാൻ കുറച്ചൊക്കെ പേടിക്കും ഗൗതം പറഞ്ഞ, പക്ഷെ എന്നെ പേടിപ്പിക്കരുത്, കാരണം ഇതൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ തന്നെ കേരള ഈ മലപ്പുറത്തുള്ളതും പല ആളുകളും ഒക്കെ തന്നെ മുസ്ലിമായിട്ടും ഹിന്ദുവായിട്ടും ഒക്കെ ഉള്ള ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായത്. അപ്പോഴൊക്കെ അവർ വിശ്വാസങ്ങളെ കൂടെ മുറുകെ പിടിച്ചിരുന്നു. അതിന് ശേഷം യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തോടെടുക്കുകയും സ്വാതന്ത്ര്യം നേടുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വരുന്നത്. അങ്ങനെ ചർച്ചയ്ക്ക് വരുമ്പോഴാണ് ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നോക്കുമ്പോൾ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിരിക്കണമെന്നും അതിൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്നും കോൺഗ്രസ് കൂടി തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മുഹമ്മദ് അലി ജിന്നയും അതുപോലെ തന്നെ ഇവരുമൊക്കെ എതിർത്തു എന്ന് പറഞ്ഞാൽ അവര് പാകിസ്ഥാനും കൊണ്ട് പോയതിനു ശേഷവും ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നതിന്റെ കാര്യം അങ്ങനെയുള്ള മതപരമായിട്ടുള്ള ചിഹ്നങ്ങളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഈ പറയുന്ന പോലെ ഒരു വിഭാഗത്തിന്റെ മാത്രം ദൈവങ്ങളെ ഒന്നും ആരാധിക്കുന്നത് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് വളരെ കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ചതാണ്. അങ്ങനെ തീരുമാനിക്കപ്പെട്ട് ഇന്ത്യ ഈ പറയുന്ന പോലെ ഇത്രയും കൊല്ലങ്ങൾ സ്വതന്ത്രം പ്രാപിച്ച് നിന്നതിന് ശേഷം ഇതൊന്നും ചെയ്യാതിരുന്നിട്ടൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പൊ താങ്കളെ പോലെയുള്ള കുറെ ആളുകൾ വന്നിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ നിഷ്കളങ്കമല്ലേ, അപരമത വിദ്വേഷമൊന്നും ഇല്ലല്ലോ, അങ്ങനെ പാടിയാൽ എന്താ കുഴപ്പമൊന്നുമില്ല. ആ പാടിയ കുഴപ്പമെന്നാന്ന് ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയെ എന്തിനാണ് ഇപ്പൊ കൊണ്ടുവന്ന് ഭാരതാംബ വെക്കുന്നത്? ഇത്രയും നാളും ഗവർണർ ഓഫീസിൽ ഭാരതാംബ ഇല്ലാഞ്ഞിട്ട് എന്താ ഗവർണർ കഞ്ഞി കുടിച്ചില്ലേ? ഇനി ഈ കേരളം ആകെ പ്രശ്നത്തിലായിരുന്നു അവിടെ ഒരു ഭാരതാംബ ഇല്ലാഞ്ഞിട്ട്. എന്റെ പൊന്നു സുഹൃത്ത്, ഈ ഭാരതാംബ അടക്കം ഈ പറഞ്ഞ സ്വസ്തിക്കടക്കമുള്ള പല ചിഹ്നങ്ങളും നാസി മുതൽ ഇങ്ങോട്ടുള്ള ഈ പറഞ്ഞ പല ഭരണകൂടങ്ങളും എടുത്തു വെച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ, ഇത്തരത്തിലുള്ള അവരുടേതായിട്ടുള്ള സാംസ്കാരികത
ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ എന്ത് ചെയ്തിരുന്നു. ചേട്ടാ ഇപ്പൊ ഈ നമ്മള് എന്താണ് ദേശീയ മോട്ടോ, നാഷണൽ മോട്ടോ എന്ന് പറയുന്നത് സത്യമേവ ജയതയാണ്. അത് കടം കൊണ്ടിരിക്കുന്നത് മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ്, ഹിന്ദു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയിൽ നിന്നാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ നിന്നാണ് കടം കൊണ്ടത് എന്നതുകൊണ്ട് ഒരു പക്ഷെ അത് സെക്യുലറിസത്തിന് വിരുദ്ധമാകുമോ? അപ്പൊ അതേപോലെ തന്നെ അശോക ചക്രയിലെ ഈ 21 ഈ സ്പൈക്സ് ഉണ്ടല്ലോ, ഇത് ഈ ഹിന്ദു ഫിലോസഫി ആയിട്ടും ബുദ്ധന്റെ തത്വമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടൊക്കെ കടം കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതും ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സെക്യുലറിസത്തിനൊക്കെ വിരുദ്ധമാകില്ലേ? നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പ് എനിക്ക് വളരെ മറുപടി പറയാം. ഈ സത്യമേവ ജയതേ എന്ന് പറയുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തതാണെന്ന് താങ്കൾ പറയുന്നു. ഓക്കെ, ഈ മുണ്ടകോപനിഷത്ത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ്, നമുക്കിരിക്കാം. ഇതിന്റെയൊക്കെ പിന്നിലുള്ള പ്രശ്നം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്ന നിരവധി ആളുകളിൽ നിന്ന് വാക്കുകളൊക്കെ കടമെടുത്തിട്ടുണ്ട്. ഈ വാക്കുകൾ കടമെടുക്കുന്നത് പോലെയോ അശോകചക്രം എടുക്കുന്നത് പോലെയോ അല്ല. ഒരു മതവിഭാഗത്തിന്റെ അതുമായി ബന്ധപ്പെട്ട അവർ മാത്രം വിശ്വസിക്കുന്ന പ്രാർത്ഥനകളെ ഈ പറയുന്ന ഒരു ഒഫീഷ്യൽ സോങ്ങിൽ, അല്ലാതെ ഇപ്പൊ ശാഖയിൽ നിന്ന് പാടിക്കോ, ഞങ്ങൾക്കാർക്കും കുഴപ്പമില്ല. നാളെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ പാടിക്കോ, അതിനും പ്രശ്നമില്ല. നാളെ ഇത് പാടാൻ പാടില്ലെന്നും ആരും പറഞ്ഞില്ല. നിങ്ങൾ അറിയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടിയിൽ എന്തിനാണ് ഭാരതാംബ, എന്തിനാണ് ഈ വരികൾ, ഏതാ പ്രോട്ടോകോളും ഇല്ല. അല്ല, പ്രോട്ടോകോള് കഴിഞ്ഞ ഡിസംബറിൽ പ്രോട്ടോകോള് എന്നാണ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ബംഗാളില് ഈ വിജയത്തിന് ശേഷം കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്, ഇത് ഔദ്യോഗികമായിട്ട് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല, വന്ദേ മാതരത്തെ അവഹേളിക്കുന്ന അത്തരത്തിലുള്ള എന്താണ് കോഗ്നിസിബിൾ ഒഫൻസ്, അവഹേളിക്കുന്നവരെ, ഈ പാട്ട് തടസ്സം ചെയ്യുന്നവരെ നിയമവില പ്രകാരം എടുത്തിട്ട് തൂക്കിയെടുത്തിട്ട് ഇടണം എന്നുള്ള ഭേദഗതിയും വരാൻ വേണ്ടി പോവാണോ, അവതരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടില്ലല്ലോ. ഇല്ല, വന്നു കഴിഞ്ഞാൽ ആരെ തൂക്കിയെടുക്കും? അപ്പൊ മറ്റേ ആസാമിലെ ഹിമന്ത വിശ്വ ശർമ്മനെ തൂക്കിയെടുക്കും. എന്തൊക്കെയാണ് താങ്കളെ കുറച്ചുപേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇവിടെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഈ വന്ദേമാതരത്തിന്റെ ബാക്കിയുള്ള സ്റ്റാൻസുകളൊക്കെ തന്നെ ഇവിടെ ആളുകൾ പാടിയിരുന്നു, അതിനും കുഴപ്പമില്ലായിരുന്നു. ജനഗണമന പാടിയിരുന്നു, അതിനും കുഴപ്പമൊന്നുമില്ല. ഈ ദേശീയ ഗാനവും ഈ പറഞ്ഞ പോലെ ദേശഭക്തി ഗാനവും കുഴപ്പമായത് യഥാർത്ഥത്തിൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ എല്ലാവരും പാടിയിരുന്നു. എന്താണ് കുഴപ്പമില്ല. കുഴപ്പമായത് ആദ്യം മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. ജിന്നയ്ക്ക് മുഹമ്മദ് അലി ജില്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ 2 വരി പോലും, ഇപ്പം വിവാദമാകാത്ത ഈ 2 വരി പോലും പുള്ളിക്കാരന് കുഴപ്പമായിരുന്നു. സത്യത്തില് ഈ ഭാരതാംബയും വന്ദേമാതരവും ഒന്നും നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് പോലും, അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾക്ക്, ഈവൻ താങ്കൾക്ക് പോലും അതിന്റെ കൃത്യമായിട്ട് എനിക്ക് എന്താണ് വന്ദേമാതരം മുഴുവനായിട്ട് പാടാൻ അറിയില്ല. മുഴുവനായിട്ടല്ല, ഈ സ്റ്റാൻസുകളൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ഇതൊക്കെ ഇപ്പൊ പ്രശ്നമാക്കി കൊണ്ടുവരുന്നതിന്റെ കാര്യം താങ്കൾ പറഞ്ഞ് താങ്കളുടെ ഒരു ദുഷ്ടലാക്ക് പോലെയുള്ള ദുഷ്ടലാക്കുള്ളതുകൊണ്ടാണ്. അതെന്താ വെച്ചാൽ, ഇത് പാടിയാൽ മറ്റേ മതനിഷിദ്ധമല്ലല്ലോ, മറ്റ് അപരമത വിദ്വേഷമൊന്നുമില്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറയുകയും അങ്ങനെ നിങ്ങളുടെ അജണ്ട പതുക്കെ ഇതിനോട് ചേർത്ത് വെക്കുകയും എന്നിട്ട് മറ്റു തീവ്ര സംഘടനകൾ കൊണ്ട് നിങ്ങൾ തന്നെ ഇതിനെതിരെ എതിർപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ വേറെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇതേ ചർച്ച തന്നെയാണ് ഭാരതാംബയുടെ കാര്യത്തിലുണ്ടായത്. ഇപ്പോൾ സ്ത്രീകളെ അടിമകളാക്കുന്നത് മുതലാളിത്ത വർഗ ഘടനകളുമായും അതോടൊപ്പം തന്നെ സ്വകാര്യ സ്വത്തുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മാർക്സിസം അടിസ്ഥാനപരമായിട്ട് പറയുന്നത്. നമ്മൾ ഈ വന്ദേമാതരത്തിന്റെ വരികളിലൂടെ ഒന്ന് കടന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷാധിപത്യമേ അല്ല, അടിമുടി സകല സൗന്ദര്യത്തെയും സ്ത്രീയുമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. സ്ത്രീക്ക് ഇമ്മൻസ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് മൊത്തം സ്ത്രീക്കാണ്. അങ്ങനെ ഒരു മനോഹാരിത ഈ വന്ദേമാതരം എന്ന് പറയുന്ന ആ പാട്ടിൽ മുഴുവനായിട്ടുണ്ട്. അപ്പം സങ്കുചിതമായ ഒരു കണ്ണിൽ മാത്രം കണ്ടുകൊണ്ട് അതിൽ ഒരുപാട് നല്ല കുറേയധികം ക്വാളിറ്റികളുണ്ട്. മറ്റേ ഇതില് സ്റ്റാൻസ് സാധാരണ പാടാത്തതും ഇതിൽ പാടിയതുമായിട്ടുള്ള വരികളൊന്നും വായിച്ചേ, വേറെ മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. എന്റെ പൊന്നു സുഹൃത്തെ, താങ്കൾ എന്തിനെ, എനിക്ക് മുഴുവനായിട്ട് പാടാൻ അറിയില്ല, നമുക്ക് ശീലമില്ല, താങ്കൾക്ക് ഇതുവരെ അത് കേട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. കാര്യം ഈ പറയുന്ന വളഞ്ഞു മൂക്കേലൊന്നും പിടിക്കേണ്ട, ഒരൊറ്റ കാര്യത്തുള്ളൂ. ഇതില് ഈ പറയുന്ന ഹിന്ദു ദൈവങ്ങളുടെ ആരാധനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വരികൾ ഇതിനകത്തുണ്ട്. അത് ഹിന്ദുക്കൾ പാടുന്നതിന് നമ്മൾ ആരും ഇവിടെ എതിരല്ല. ഗൗതം നിന്ന് 15 വട്ടം റൂട്ട് ചെയ്ത് പാടിക്കും, ഇവിടെ ആരും എതിർക്കില്ല, ഒരു പോലീസ് പിടിച്ചിട്ട് പോകില്ല. പക്ഷെ ആകെയുള്ള ഒറ്റ പ്രശ്നം, പിന്നെ പാട്ടിന്റെ വരികളും ട്യൂണും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പബ്ലിക് ന്യൂസൻസ് കേസെടുക്കും, പക്ഷെ വേറെ സംഭവിക്കില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ആ വരികൾ അങ്ങനെ ഒഫീഷ്യലി എന്തിന് ഔദ്യോഗികമായി പാടുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് പ്രോട്ടോകോൾ ഉണ്ട്, പക്ഷെ അത് ആസാമിലും താങ്കൾ പറഞ്ഞ ശരിയാണ്. മറ്റേ ആസാമിലും അതോടൊപ്പം തന്നെ ബംഗാളിലും പാടിയില്ല. അതാണ് ഇപ്പം ന്യായമായിട്ട് പ്രോട്ടോകോൾ ലംഘിച്ചെങ്കിൽ അതിന് ഹിമന്ത വിശ്വ ശർമ്മ ഇപ്പൊ ജയിലിലായിരിക്കുമല്ലേ?
ആസാമിലും ബംഗാളിലും പാടാത്തത് കൊണ്ട് മറ്റേ ഇവർ രണ്ടുപേരും ഇപ്പൊ ജയിലിലാണ്. എന്ത് പ്രോട്ടോകോൾ ഉണ്ടെന്ന് താങ്കൾ പറയണം. ഈ വരികൾ പാടണമെന്നൊരു നിർബന്ധവും ഒരു പ്രോട്ടോകോളും ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് കഴിഞ്ഞ ഡിസംബറിലാണ് സാറേ എന്താണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പ്രോട്ടോകോളിൽ പറയുന്നത് എങ്ങനെയാണ്, അതായത് നമ്മുടെ നാഷണൽ ആന്തത്തിന് മുമ്പായിട്ട് വന്ദേ മാതരം പാടണം, ഈ 3 മിനിറ്റ് 10 സെക്കൻഡിലുള്ള സാധനം. പ്രത്യേകിച്ചും എന്താണ് സർക്കാർ പരിപാടികളിൽ, ഗവർണറുള്ള പരിപാടികളിൽ എന്നാണ് അതിലുള്ളത്. അത് ഒരുപക്ഷെ നിർബന്ധമായിരിക്കില്ലായിരിക്കും, പക്ഷെ ഈ പ്രോട്ടോകോൾ ഉണ്ട്, അത് ഇറക്കിയിട്ടുണ്ട്. പ്രോട്ടോകോൾ അല്ല, അവരുടെ ഈ പറഞ്ഞ പോലെ ഒരു റെക്കമെൻഡേഷൻസ് ഉണ്ട്. ആ റെക്കമെൻഡേഷൻസ് പാലിക്കണമെന്നൊരു നിർബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് ബംഗാളിലും അതുപോലെ തന്നെ ആസാമിലും ഹിമന്ത ബിശ്വ ശർമ്മക്കും ഒന്നും ഇത് പാടേണ്ടി വരാതിരുന്നത്. പക്ഷെ തമിഴ്നാട്ടിലും കേരളത്തിലും ഇത് കൊണ്ടുവന്ന് ചെലുത്തുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനെതിരെ സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ എതിർക്കണം, എതിർപ്പുണ്ടാകുമ്പോഴേക്കും ഞങ്ങൾ ശക്തിപ്പെടും എന്നുള്ള അവരുടെ ചിന്തയുടെ ഭാഗമായിട്ടാണ്. എതിർക്കാതിരുന്ന പോരെ, അവരെ ശക്തിപ്പെടുത്തുന്നത് എന്തിനാണ്? ഏതാ എതിർക്കാതിരുന്ന അവർ അടുത്തതായിട്ട് വരും. അതാണ് ഞാൻ പറയുന്നത്. ഇത് എതിർക്കുമ്പോൾ നിങ്ങളെ ഇപ്പൊ പറഞ്ഞു എതിർക്കുമ്പോ ശക്തിപ്പെടും, അതിനാണ് ഇത് കൊണ്ട് എതിർക്കാതിരുന്ന പോരെ. എതിർക്കാതിരിക്കാനും പറ്റില്ല. കാരണം എന്താ, എതിർക്കാതിരുന്നാൽ ഇതിനേക്കാൾ അപ്പുറത്തുള്ള വാചകങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും വരും. ഇപ്പൊ ഭാരതാമ്പ കൊണ്ടുവന്നപ്പോ ഒരു പടവല്ലേ വെറുതെ ഇരിക്കട്ടെ എന്നല്ല വിചാരിച്ചത്. പിന്നെ പുള്ളി നിർബന്ധം പിടിച്ചു. ആദ്യം വെറുതെ ഇരിക്കുകയായിരുന്നു, പിന്നെ പുള്ളി നിർബന്ധം പിടിച്ചു. ഇല്ല, ഇത് പടങ്ങി പൂജ ചെയ്ത് നിങ്ങൾ പൂജിച്ചിട്ട് മാത്രമേ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഇതേപോലെയുള്ള ഈ അഭ്യാസങ്ങളൊക്കെ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ഇതിന് മറ്റേ മാർക്സിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള താങ്കളുടെ വാചകം കേട്ടിട്ടല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കട്ടെ, പക്ഷെ അതൊരു വാസ്തവമാണ്. ഈ സോങ്ങില് അടിമുടിയായിട്ട് നമ്മൾ ഒന്നിനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ അതില് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിട്ടുള്ള വരികളും വളരെ വൃത്തികെട്ട സങ്കുചിതമായിട്ടുള്ള സങ്കല്പങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നോക്കണല്ലോ. അങ്ങനെ ഉപരിപ്ലവമായിട്ട് സാറേ നോക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ ഉടായ്പ നിർത്ത്. ഒരു വരികൾ ഈ പറയുന്ന പോലെ എന്താണ്, മറ്റേ കലാപവും മണിയുടെ ഒരു പാട്ട് ഇവിടെ പാടുന്നു എന്ന് പറയാ. അപ്പൊ എന്താണ് മറ്റേ പാടിയെന്ന കുഴപ്പം, അതിലെല്ലാം നല്ല വരികളല്ലേ എന്ന് വെച്ചിട്ട് കാര്യമില്ല. ഇത് എന്റെ ചോദ്യം നേരെ തിരിച്ചാണ് നിങ്ങളോടുള്ള. നിങ്ങൾ എന്തിനാണ്, ഞാൻ എന്റെ ചോദ്യം തിരിച്ച്, ഈ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 1947 കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും കൊല്ലമായിട്ടും ഇത് പാടാതിരുന്നുകൊണ്ട് ഇന്ത്യയിൽ എന്ത് കുഴപ്പമുണ്ടായി? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇത് പാടണമെന്ന് ഒരു ഭരണകൂടം നിർബന്ധം പിടിക്കുന്നത് എന്തിന്? ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ ONVയുടെ ആത്മാവിൽ ഒഴിച്ച് ഇത് അവിടെ ചെന്ന് പാടാം, സച്ചിദാനന്ദൻ മാഷിയുടെ കവിതകൾ പാടാം, മനസ്സിലായ വേറെയും ഞാൻ ഈ പറഞ്ഞ രവീന്ദ്രനാഥ് പാടാം. അപ്പൊ ഇങ്ങനെ 25 പേര് പാടാൻ തീരുമാനിക്കുന്നതിന് ഒരു ഭരണകൂടം ഔദ്യോഗികമായി നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞത്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാട്ട് എതിർക്കുന്ന എന്തിനാണ്? BRM ഷഫീർ, കോൺഗ്രസ് നേതാവ് പറഞ്ഞ BRM ഷഫീർ പറഞ്ഞ പോലുള്ള ഷഫീറൊക്കെ വീട് ഈ രാജ്യത്തിലുള്ള 99.9% മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള എതിർപ്പ് പറയുമ്പോൾ ഇത് ഒരു സെക്ഷൻ മുസ്ലിങ്ങളെയാണ് മുസ്ലിങ്ങൾക്കിതിൽ യാതൊരു കുഴപ്പമില്ല. മുസ്ലിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ മുസ്ലിങ്ങളെ എതിർത്തണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. ചെന്നായ പുറത്തിയാണെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ ഇതിൽ മുസ്ലിങ്ങളെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ മുസ്ലിങ്ങളെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തില? എതിർപ്പായിട്ട് വന്നതാരാ? ജിന്നയായിരുന്നു മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ ദേശീയബോധം ഉൾക്കൊള്ളുന്ന മുഹമ്മദ് അലി ജിന്നയാണ് ആദ്യം എതിർപ്പുമായിട്ട് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എതിർക്കുന്നവരൊക്കെ ഈ ഈ പൊട്ടത്തിനെ കേട്ടിരിക്കാൻ കൊണ്ട് പറ്റില്ല. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാനുമായിട്ട് പോയല്ലോ, എന്നിട്ട് ഇന്ത്യ ഗവൺമെന്റിൽ നടപ്പാക്കാണ്ടിരുന്നത്. ഇത് പാടണമെന്നും ഈ വരികൾ എടുക്കണമെന്നും ഇത് ഔദ്യോഗികമായി ആരെ പേടിച്ചിട്ട് ഒരു വിഭാഗത്തെ പേടിച്ച് ഒരു വിഭാഗത്തെ ജനങ്ങളിൽ ഒരു വിഭാഗത്തെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയാനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്.
ഈ ഇന്ത്യയിൽ 13 കോടി ആളുകൾ വോട്ട് ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് ഇതിനെതിരാണ്. എന്താ പറയാനുള്ളത്? അതിന് ഉത്തരം പറ. എന്നിട്ട് അതിന് താങ്കൾ ഒരു 1900 കോൺഗ്രസ്കാരുള്ളതിൽ താങ്കൾ കണ്ടുപിടിച്ചു കൊടുത്ത ഒരു BRM ഷെരീഫിനെയാണ്. മെമ്പറും മറ്റേ എന്താണ് രാഹുൽ ഗാന്ധിയുടെ മുകളിലിരിക്കുന്ന അഖിലേന്ത്യാ പ്രസിഡന്റുമാണ്. ഒന്ന് പോയി പാടി. അങ്ങനെയാണെങ്കിൽ വാക്കിന് ഇതിലേതെങ്കിലും രീതിയിൽ അവരെ ഞാനൊരു താങ്കൾ റീസേർച്ച് പറയുന്ന നിലപാടെടുക്കത്തില്ല, താങ്കൾ അക്കാദമി പറയുന്ന നിലപാടെടുക്കത്തില്ല, താങ്കൾ ഈ പറയുന്നത് എന്താണ് മല്ലികാർജുൻ ഖാർഗെ പറയുന്ന നിലപാടെടുക്കത്തില്ല, താങ്കൾ പറയുന്നു BRM ഷെരീഫിന്റെ നിലപാടെടുക്കുന്നത്. എന്തൊരു അസംബന്ധമാണ്. ഇതിലാകെ ഒറ്റ പ്രശ്നമുള്ളൂ. ഏതെങ്കിലും ഒരു മതത്തിന്റെ, അത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ആളുകൾ ദൈവത്തിന്റെയോ പേരുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഈ പറഞ്ഞ പാട്ടുകൾ, വാചകങ്ങൾ അത് ഔദ്യോഗികമായി അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച മഹത്തായ തീരുമാനമെടുത്ത ഒരു രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഒരു പൗരനായിട്ടുള്ള രതീഷ് ചക്രവാടി BRM ഷെഫീറിന്റെ പൂട്ട് പൂജിക്കാനൊന്നും തയ്യാറല്ല. താങ്കൾ രാവിലെ പോയി പൂജിക്കും. ഭാരതാംബയുടെ കാര്യത്തിൽ ഞാൻ ഭാരതാംബയെ ബഹുമാനിക്കുന്ന ഒരാളാണ്. പറയുന്നതിൽ മടിയില്ല. ഭാരതാംബയെ ഒരു കാര്യം ഞാൻ ഫോട്ടോ വെച്ചിട്ട് രതീഷ് ചക്രവാടി കൂടി വഴങ്ങിയിട്ട് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവസാനം നിർത്തുമ്പോൾ വളരെ ബഹുമാനപൂർവ്വം അല്ല, എനിക്ക് ഈ പറയുന്ന ശരിക്കും മണ്ടത്തരങ്ങളോ ഒരു പൊട്ടത്തരത്തിലുള്ളത് ഈ ഭഗവാൻ വേണ്ട ഒരു കാര്യം ക്ഷമിച്ചാൽ ഇങ്ങനെ സൗണ്ട് വരുന്നത് എന്തിനാണ് സാർ ഇങ്ങനെ എന്തിനാണ് രതീഷ് ചക്രവാടിയുടെ അഭിപ്രായം പറയാൻ പക്ഷേ രതീഷ് ചക്രവാണിയുടെ തമ്മയിൽ വെച്ച് പോകുന്ന വീഡിയോന്റെ അകത്ത് കൂടിയിട്ട് എന്താണ് സംഘപരിവാർ അജണ്ടയും ഇതിന് മുസ്ലിം എതിർക്കണമെന്ന് പറയുന്ന കാര്യവും എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ഇത് ഈ പറഞ്ഞ മര്യാദയല്ലാത്തൊരു കാര്യമാണ്. അത് നാളെ ഇനിയിപ്പോ മുഹമ്മദ് അലി ജിന്ന ഭരിച്ചാലും നാളെ ആര് ഭരിച്ചാലും പിണറായി വിജയൻ ഭരിച്ചാലും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ആർജവത്തോടെ പറയാനുള്ള ചങ്ക. ഞാൻ അവസാനം നിർത്തുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇത് നിർബന്ധിപ്പിക്കുന്നില്ല. അപ്പം ആസാമിൽ പാടില്ല, ശരി, ആസാമിൽ പാടിയില്ല, കുഴപ്പമില്ല, ബംഗാളിൽ പാടില്ല. ഒരു കാര്യം പറഞ്ഞു നിർബന്ധിച്ചില്ലേ? ഇവിടെ ആസാമുണ്ട്, ബംഗാളുണ്ട്, അവിടെ പാടിയില്ല. ശരി, അവര് പാടണ്ട. പാടുന്നതിനെന്തിനാണ് എതിർക്കുന്നത്? പാടുന്നതിനെന്തിനാണ് എതിർക്കുന്നത്? ചോദ്യം എന്തായിരുന്നു? പാടുന്നതിനാണ് എതിർക്കുന്നത്. ചോദ്യം അവരമത വിദ്വേഷമുണ്ടോ? ഏതെങ്കിലും മതത്തെ ഇത് പുറന്തള്ളപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും മതം മോശമാണെന്ന് പറയുന്നുണ്ടോ? ഇതിൽ അടിമുടി ഈ എതിർക്കുന്നവർ മുഴുവൻ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. സ്ത്രീയെയാണ്, സ്ത്രീയുടെ വളരെ രീതിയിലുള്ള ആ ഒരു ഇമേജറിയാണ് ഈ എന്താണ് വന്ദേ മാതരം എന്ന് പറയുന്ന ഈ ഒരു സോങ്ങിൽ മുഴുവനായിട്ടുള്ളത്. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ ഇതിനെ ഭയങ്കരമായ രീതിയിൽ ഞാൻ എന്താണ് പറയുന്നത്? ഇതിൽ എന്റെ ചോദ്യം വളരെ ലളിതമാണ്. ഒരൊറ്റ കാര്യമുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ ഗവൺമെന്റും ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻസ് പാടണ്ട എന്ന് തീരുമാനിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ലീഗ് എതിർപ്പുമായി വന്നു സാർ. അത് സാർ പറയണം. ഏത് ലീഗ് എതിർപ്പുമായി? മുസ്ലിം ലീഗ്, ജിന്നയുടെ മുസ്ലിം ലീഗ്. 1.5 മണിക്കൂർ തയ്യാറുണ്ടായിരിക്കാനായിട്ട് പാകിസ്ഥാനിലേക്ക് പോയി. ജിന്ന പാകിസ്ഥാനിലേക്ക് പോയിട്ട് പിന്നെ ജിന്ന ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പഴയ ആര് പേടിച്ചിട്ട്? നിങ്ങൾ ആര് പേടിച്ചിട്ട്? മഹാത്മാഗാന്ധി ആര് പേടിച്ചിട്ട്? ഈ ബ്രിട്ടീഷുകാരുടെ പേടിക്കാത്ത
താങ്കളെ പോലെയുള്ള വിവരങ്ങൾ ഇതുപോലെയുള്ള പച്ചവെള്ളം ഈ നാട്ടിൽ പച്ചവെള്ളത്തിൽ തീപിടിപ്പിക്കുന്ന പച്ച വളരെ ബഹുമാനപൂർവ്വം ശരി ആളുകളോടും ആ വിഷം കഴിച്ച് അവരെ ഞാനിവിടെ കോട്ട് ചെയ്തത് BRM ഷഫീറിനെയാണ്. BRM ഷഫീർ വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ, കോൺഗ്രസ് നേതാവായിട്ടുള്ള BRM ഷഫീർ വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ സാർ ഞാനും വർഗീയതയെ പ്രചരിപ്പിക്കുന്ന ഒരു സംശയമില്ല. കഴിഞ്ഞു. ഇനി ചോദ്യമല്ലല്ലോ, ചോദ്യമല്ല. ഈ പാട്ട് പാടണമെന്ന് BJPയും സംഘപരിവാറും ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധം പിടിക്കണമെന്ന് എന്തിനാണ് ഒരു ഗവർണർ നിർബന്ധം പിടിക്കണമെന്ന് പറഞ്ഞേ കേക്കട്ടെ. എന്തിനാണ് നിങ്ങൾ പറയുന്നത് പോലെ അറിയില്ല. ഞാൻ ചോദിക്കുന്നു, ഒരാവശ്യവുമില്ലാതെ ഭാരതാംബയെ കൊണ്ടുവന്ന് വെച്ചു. ഇത്രയും കാലം ഭാരതാംബ എന്ന് പറഞ്ഞാൽ പൂജിപ്പിച്ചിട്ടില്ല. ഇതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ പരിപാടി കൊണ്ടുവന്ന് വെച്ചു. ഇത് എന്തിനാണ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നത്, പൂജിക്കുന്നത്? ഒരു ഉത്തരവില്ല. ഇനി രണ്ടാമത്തെ ഉത്തരം, മുഹമ്മദ് അലി ജിന്നയും അന്നുണ്ടായിരുന്ന മുസ്ലിം ലീഗ്, ഇന്നത്തെ മുസ്ലിം ലീഗ് അല്ലേട്ടാ, അന്നുണ്ടായിരുന്ന മുസ്ലിം ലീഗ് ഇതിനെ എതിർത്തു. ആ എതിർത്തതിന് ശേഷം അല്ലെങ്കിൽ അവർക്ക് ഒരു കൺസേൺസ് പറഞ്ഞു, എതിർത്തു എന്ന് പോലെ അതിനെ പറയാൻ പറഞ്ഞു, അല്ല പതുക്കട്ടെ. അതിനുശേഷം ഇന്ത്യയെ പാകിസ്ഥാനുമായിട്ട് വിഭജിച്ച് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാനും കൊണ്ട് പോയല്ലോ. അതിനുശേഷം ഇവിടെ താങ്കൾ പറയുന്നത് നെഹ്റുവും അതുപോലെ പട്ടേലും ഈ പറയുന്ന പോലെ ശാസ്ത്രിയും മഹാത്മാഗാന്ധിയും ഒക്കെ ബ്രിട്ടീഷുകാരെ പേടിക്കാത്ത, അവരോട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുള്ള ആരെ പേടിച്ചുകൊണ്ട് നിങ്ങൾ പറയണേ? ആരെ പേടിച്ചുകൊണ്ട് തീരുമാനം എടുത്തു എന്ന് പറയണേ? ആരെയും പേടിച്ചുകൊണ്ട് തീരുമാനം എടുത്തല്ല. കോൺഗ്രസിന്റെ ഉന്നതമായിട്ടുള്ള ജനാധിപത്യ ബോധവും ഇതൊരു മതേതര രാഷ്ട്രവുമായി നിലനിൽക്കണമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു മതത്തിന്റെയും, അതായത് ഹിന്ദു, ഇസ്ലാം അല്ലെങ്കിൽ ക്രിസ്ത്യൻ, പാഴ്സി, സിഖ് എന്നൊന്നുമില്ല, ഒരു മതത്തിന്റെയും ഈ പറഞ്ഞ പോലെ ചില ഈരടികൾ എന്ത് ചെയ്യേണ്ട, അത് ഒരു ദേശീയഭക്തി ഗാനത്തിന്റെ ഭാഗമായി വേണ്ട എന്നവർ തീരുമാനിച്ചത് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ മുസ്ലിംസ് മാത്രം എതിർത്തുകൊണ്ടല്ല. അതിലിരിക്കുന്ന ഈ പറഞ്ഞ പോലെ മതേതര ഹിന്ദുക്കളും അതിലിരിക്കുന്ന ഈ പറഞ്ഞ പോലെ നാസിസ്റ്റ് ആയിട്ടുള്ള നെഹ്റു അടക്കമുള്ള ആളുകൾ അനുകൂലിച്ചതുകൊണ്ടുകൂടിയാണ്. വളരെ വലിയ മൃഗീയ ഭൂരിപക്ഷം കോൺഗ്രസിന് ഉണ്ടായിരുന്ന കാലത്ത് പോലും കോൺഗ്രസ് അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും പോലും ഇത്രമാത്രം പ്രാകൃതമായിട്ടുള്ള ഒരു ജനാധിപത്യ ഭരണകൂടം എത്ര കാലം നിലനിൽക്കുമെന്ന് ഇന്ത്യയെ കുറിച്ച് റൈറ്റപ്സ് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നെഹ്റു എന്ന് പറയുന്ന മനുഷ്യൻ ഇത് എപ്പോൾ വേണമെങ്കിലും ഒരു ഏകാധിപത്യത്തിലേക്ക് നീങ്ങാമായിരുന്നു എന്ന് പറയുന്ന കാര്യമുണ്ട്. പക്ഷെ അതൊന്നും അവർ ചെയ്യാതെ അവർ ഉന്നതമായ ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുകളെയും വേദനിപ്പിക്കേണ്ട, ഒഫീഷ്യലിയുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ഒരു കാര്യം വരുത്തേണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ പറഞ്ഞതില്ല, അങ്ങനെ വരുത്തേണ്ടത് തീരുമാനിച്ചു. അതിനെല്ലാം പൊളിച്ചെടുക്കാൻ താങ്കളും താങ്കളുടെ സുഹൃത്തായിട്ടുള്ള രാഹുൽ ഈശ്വരനെ പോലുള്ള ഉടായ്പകളും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ച മുസ്ലിമാണ്, വെള്ള മറ്റേ ഹിന്ദു ആണ്, മറ്റേ മഞ്ഞ ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങൾ എന്ത് ഉന്നയിക്കുകയും ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകൾ നടത്തുകയും ചെയ്യുന്നു. ഈ നാട്ടിൽ ഇത്രയും കാലം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഭരണമേറ്റപ്പോഴും ഇത് പാടാതിരുന്നത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇത് പാടുകയും ഇതിന്റെ പുറത്തൊരു പ്രശ്നമുണ്ടാവുകയും ഏറ്റവും ഒടുവിൽ ഇത് BRM ഷഫീർ എന്ന് പറയുന്ന ഒരാൾ അനുകൂലിക്കുമ്പോൾ അത് വലിയ വായിൽ നിങ്ങളെടുത്ത് പറയുകയും എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് അതിനെതിരാണെന്നുള്ളത് കാണാതെ പോവുകയും ചെയ്യുന്ന ഉഡായിപ്പ് വേറെ ഏതെങ്കിലും BRM ഷഫീർ പല മണ്ഡലങ്ങളും ഇതിനു മുമ്പ് പറഞ്ഞ പല മണ്ഡലത്തിലും പറഞ്ഞു. ഈ വിഷയത്തിൽ ഈ പറഞ്ഞ എന്തോരം മതവർഗീയതയാണ്, എന്ത് മതവർഗീയതയാണ് ഈ പാർട്ടിയിലുള്ളത്? ഒരു മതവർഗീയതയാണ് കോൺഗ്രസും ഒരു തരത്തിലുള്ള ശരി. ഈ പറഞ്ഞ മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്താലും BJP എടുത്താലും ഇത് കട്ടി അല്ല ഞാൻ ഇന്ന് മീഡിയസേഷൻ പറഞ്ഞു ഇത് അറിഞ്ഞതിൽ ഞാൻ തടയുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ലേ ഞാനിത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞത്. അദ്ദേഹം അത് കൂടാതെ കൂടി പറഞ്ഞു ഈ പാട്ടിൽ ഇടക്ക് പോയിട്ട് എനിക്ക് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഈ പാട്ട് നിർത്തേണ്ടതാണ് എന്നുള്ളതല്ലേ അതിനർത്ഥം. അതിനെ മുഹമ്മദ് റിയാസ് മാത്രമല്ല BD സഞ്ജയ് വർഗീയവാദിയാണ്.
ശരി, അപ്പൊ ശരി, ഞാൻ താങ്കളുടെ മൊത്തത്തിൽ ഞാൻ എന്തായാലും ആരെയും പേടിക്കുന്നില്ല, ഒരാളെയും പേടിക്കുന്നില്ല. ഈ വന്ദേ മാതരം എന്ന് പറയുന്ന, ഞാൻ ഒരു പക്ഷേ എന്റെ അറിവില്ലായ്മയായിരിക്കും, ഞാനത് അംഗീകരിക്കില്ല. അല്ല, ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ഈ വരി മുഴുവനായിട്ട് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ യാതൊരു തരത്തിലുള്ള അപരമത വിദ്വേഷവുമില്ല. അത് മാത്രമല്ല, എന്റെ ചോദിച്ചുള്ളൂ, ഇത് അപരമത വിദ്വേഷം ഉണ്ട് എന്ന് നമ്മൾ ആരും പറഞ്ഞില്ല. അതുകൊണ്ട് വെറുതെ ഇരുന്ന് തള്ളണ്ട. നാളെ ഒരു മുസ്ലിം മാപ്പിളപ്പാട്ട് അവിടെ പാടിയാൽ അതിന് അപരമത വിദ്വേഷം ഒന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ വിദ്വേഷം ഇല്ലാത്തതുകൊണ്ട് അതവിടെ പാടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും. കാരണം എന്താ, ഈ പറയുന്ന പോലെ നാളെ മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ പാർസിയുടെയോ സിഖുകാരന്റെയോ ഒരു ഭക്തി പരവുന്ന, അവരുടെ മാത്രം മതവിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വരികൾ ഒരു ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായി ചേർക്കേണ്ടതില്ല എന്ന് മാത്രമാണ്. അതിൽ അപരമത വിദ്വേഷം ഒന്നും നമ്മൾ പറഞ്ഞില്ല. അങ്ങനെ അപരമത വിദ്വേഷം ഇല്ലാത്തതെല്ലാം നാളെ ഈ പറയുന്ന പോലെ എന്താണ് അവിടെ പാടാമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ നേരത്തെ എടുത്തേക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു മതത്തിന്റെയും പ്രത്യേകമായിട്ടുള്ള ആരാധനകൾ തോന്നുന്ന ഈ പറയുന്ന പോലെ പദാവലികൾ അടങ്ങുന്ന അത്തരത്തിലുള്ള ഒരു സ്റ്റാൻസയും ഈ പറയുന്ന പോലെ ഒരു ദേശഭക്തി ഗാനമായിട്ടോ ദേശീയ ഗാനമായിട്ടോ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, അത് പൊളിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത് മാത്രമാണ്. 1950 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ രാജേന്ദ്ര പ്രസാദ് നാഷണൽ ആന്തത്തിനും വന്ദേ മാതരത്തിനും തുല്യ പ്രാധാന്യമാണ് നൽകിയിരുന്നത്. അന്ന് പക്ഷേ ഈ വിവാദമല്ലാത്ത രണ്ട് ഗാനങ്ങൾക്കാണ്, ഈ രണ്ട് വരികൾക്കാണ് തുല്യ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഈ രണ്ട് സ്റ്റാൻസൊക്കെയാണ് തുല്യ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് നിർത്തുന്നതുകൊണ്ട് താങ്കളോട് പറയുന്നത് ഇതിപ്പോ മുഴുവനായിട്ട് പാടണം എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ എന്തിനു വേണ്ടി കൊണ്ടുവന്നു ഒന്ന് പറഞ്ഞേ. ഈ രണ്ട് സ്റ്റാൻസ് മാത്രമാണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഏതാണ്ട് ഇപ്പൊ ദേശീയ ഗാനത്തോടൊപ്പമല്ല, പക്ഷെ ദേശീയ ഗാനത്തിന്റെ തൊട്ട് താഴെ ഒരു ദേശഭക്തി ഗാനം എന്ന് പറയുന്ന പരിഗണന അതൊരിക്കലും ഔദ്യോഗികമായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പരിഗണന കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമായിട്ടുള്ള രണ്ട് സ്റ്റാൻസൊക്കെ പകരം ഒഴിവാക്കിയ സ്റ്റാൻസ ഇപ്പൊ ആര് പൊക്കിക്കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അവരുടെ മുമ്പിൽ ഒറ്റ അജണ്ടയേ ഉള്ളൂ. ഈ നാടിനെ വീണ്ടും വിഭജിച്ച് അവരുടെ ഈ പറഞ്ഞ പോലെ വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഭാരതാംബ വരുന്നതും എന്ത് ചെയ്യുന്നത് ഭഗവത് ധ്വജവേദി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ വരികളിൽ എവിടെയും വിഭജനത്തിന്റെ വരികളില്ല. ഈ എതിർക്കുന്ന നിങ്ങളല്ലേ വിഭജനത്തിന് കൂട്ടു നിൽക്കുന്നത്? അല്ല, പിന്നെ ആരാണ്? ഈ വരികളിൽ വിഭജനത്തിന്റെ വരികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാം. അപ്പൊ ഈ വരികൾ തിരിച്ചു ചോദ്യം. അപ്പൊ മുഹമ്മദ് നബിയെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം നാളെ അവിടെ പാടിയാൽ, യേശു ക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം പാടിയാൽ അത് പ്രശ്നമില്ലെന്ന് താങ്കൾ പറയുന്നു. അപ്പൊ എനിക്കത് പ്രശ്നമുണ്ട്. കാരണം ഒരു രാജ്യത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങിൽ അത് വരുന്നത് അഭംഗിയാണ് എന്നുള്ളതുകൊണ്ടാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം രാജ്യത്തിന്റെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ദുർഗയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും ഞാൻ കാണുന്നത്. ഒരു പക്ഷേ എന്റെ അറിവില്ലായ്മയായിരിക്കാം. രാജ്യത്തിന്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറയുന്നത് മതത്തിലായിരിക്കും. അഹങ്കാരിയാണെന്ന് പറയുന്നതിന് എനിക്ക് സന്തോഷം ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നത് ഭൂലോക മണ്ടത്തിലൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കേണ്ട ഗതി എനിക്ക് വന്നല്ലോ എന്ന് പറയുന്ന ഒരു വിഷമം എനിക്കുണ്ട്. ദുർഗയും സാറേ ഞാനൊരു ഈ RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ട എന്താന്ന് വെച്ചാൽ കൾച്ചറൽ നാഷണലിസമാണ്. ആ കൾച്ചറൽ നാഷണലിസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഹിന്ദുത്വ ഐഡിയോളജിയും ഹിന്ദു ദൈവ ആരാധനകളും എല്ലാം തന്നെ നമ്മുടെ കൾച്ചറുമായി വളരെ വിദഗ്ധമായി ബന്ധിപ്പിക്കുകയും ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയുകയും ആ സംസ്കാരമാണ് ഇന്ത്യക്ക് വേണ്ടതെന്ന് പറയുന്നതിലൂടെ ഇൻഡയറക്റ്റ് ആയി ഒരു ഹിന്ദുത്വ കൾച്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെയാണ് പറയുന്നത് കൾച്ചറൽ നാഷണലിസം എന്ന്. അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ഇതെങ്ങനെയാണ് ഇന്ത്യയിലേക്ക് പതുക്കെ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് പൊളിച്ചത്, എന്തുകൊണ്ടാണ് അയോധ്യ വന്നത്, എന്തുകൊണ്ടാണ് കാശിയും ഇതുപോലെ തന്നെ മറ്റു ഇപ്പൊ പ്രശ്നമാകുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പൊ കൂടുതലായിട്ട് ഭാരതാംബ ഭഗവത് ധ്വജയന്തി ഭാരതാംബയെ ഇവർ പൊക്കിക്കൊണ്ടുവരുന്നത്, എന്തുകൊണ്ടാണ് ഇവർ നിലവിളക്കിനും ഈ പറഞ്ഞ പോലെ ഓമിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ സാഫ്രൻ കളറിന് പ്രാധാന്യം കൊടുക്കുന്നതൊക്കെ ആലോചിച്ചാൽ ഇത് ഈ ലോകത്ത് മുഴുവൻ പറഞ്ഞില്ല ഈ ലോകത്ത് മുഴുവൻ ഇതെല്ലാം ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഉയ്ഗർ ജനത എന്ന് പറയുന്നത് ചൈനയിലെ ഉയ്ഗർ ജനതയോട് ചൈനീസ് കൾച്ചർ അല്ല, നിങ്ങൾ നമ്മുടെ കൾച്ചറിലേക്ക് വരണമെന്ന് പറഞ്ഞ് അവരെ മുഴുവൻ മാറ്റിക്കൊണ്ട് ചൈനയുടെ കൾച്ചറിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ടിബറ്റൻ ജനതയെ അവരുടെ ഈ പറഞ്ഞ ബുദ്ധിസ്റ്റ് കൾച്ചറിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ജീവിച്ചു വന്ന പ്രത്യേക രീതികളിലും നിങ്ങളുടെ ആചാരങ്ങളും എല്ലാം മാറ്റിക്കൊണ്ട് ഒരു ഏകമാനമായിട്ടുള്ള ശിലാശില്പമായിട്ടുള്ള ഒരു കൾച്ചറൽ നാഷണലിസം പടർത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ പരിപാടികളാണ്, ചെറിയ തട്ടിപ്പ് തരികിട പരിപാടികളാണ് ഈ പറയുന്ന പോലെ ഭാരതാംബയും ഇതുപോലെയുള്ള വന്ദേ മാതരത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്റ്റാൻസയും കൂട്ടിച്ചേർക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ചെയ്യുന്ന എന്ത് കാര്യമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും ചെയ്യുന്നത്? അവരെ മതം അവരെ ആചരിക്കേണ്ടെന്നോ അല്ലെങ്കിൽ അവരെ മതത്തിൽ നിന്ന് വേറൊരു സാധനത്തിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവരാനുള്ള എന്ത് ശ്രമമാണ് ഇന്ത്യയിൽ നടക്കുന്നത്? അല്ലെങ്കിൽ ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ലോകത്ത് ഏത് രാജ്യമാണ് അവരുടെ കൾച്ചറിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ നീങ്ങുന്ന രാജ്യത? എനിക്കറിയില്ല കേട്ടോ. അത് കൂടിയാലും പ്രശ്നമാണ്. കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നില്ല. നാസി എന്താ പറഞ്ഞിട്ടുള്ളത്? ഹിറ്റ്ലർ എന്താ പറഞ്ഞിരുന്നത്? എന്ത് വൃത്തികേട്. നിങ്ങൾ അറിയേണ്ടത് ഈ ലോകത്തുള്ള ഏത് രാജ്യത്തിലും താങ്കൾ അറിയേണ്ടത് ഒരു നാഷണലിസം എന്ന് പറയുന്ന ഒരു കാര്യം അത് ഉത്തേജിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ജനങ്ങളെ കൂട്ടത്തിൽ പിടിക്കുകയും ജനങ്ങളുടെ വോട്ട് നേടിയ ആളുകൾ ആദ്യം ജയിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് അവർ ഏകാധിപതികളായിട്ടുള്ളത്. ആന്റി ബ്രിട്ടീഷ് ആയിട്ട് നമ്മൾ മാറിയത് നാഷണലിസം ഉത്തേജിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. നാഷണലിസം ഉത്തേജിപ്പിച്ചെങ്കിലും നാഷണലിസത്തിൽ മതത്തിന്റെയും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഉത്തേജിപ്പിച്ചിരുന്നില്ല. ആ ഉത്തേജിപ്പിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ രാമരാജ്യം വരണമെന്ന് മഹാത്മാഗാന്ധിക്ക് വിചാരിച്ചത് പോലും നെഹ്റു അടക്കമുള്ള ആളുകൾ അതിന് ഏതാണ്ട് ഒരു പരിധി വരെ എതിര് നിൽക്കുകയും ഈ പറയുന്ന പോലെ ഇന്ത്യ ഒരു മതേതര രാജ്യമായി തന്നെ തുടരുകയും ചെയ്തു. ഇന്ന് ഇതിന്റെയൊക്കെ അൾട്ടിമേറ്റ്ലി ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് അവസാനമായി മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നത് വരെ എത്തിയിരിക്കുന്നത് കൊണ്ടാണ്. ഇത്തരത്തിൽ ആളുകളെ യോജിപ്പിക്കാനുള്ള ബൃഹത്തായ ഒരു പദ്ധതിയാണ്. പക്ഷെ ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. അതിന് പകരം നിങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യങ്ങൾ ഉന്നയിക്കും. ഇതിൽ മറ്റേ പരമത വിദ്വേഷമില്ലല്ലോ, ഇതിൽ ഈ പറയുന്ന പോലെ അവിടെ ഒരു പടം വെച്ചു എന്ന് വെച്ചാൽ എന്താ കുഴപ്പമുള്ളത്? പിന്നെ ചിലർ ചോദിക്കും പടത്തിന്റെ മുമ്പിൽ ഇത് കത്തിച്ചെന്നല്ലേ ഉള്ളൂ, പടം പുറകിലുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ നീ ചോദിക്കും. ഇതുപോലെയുള്ള ഉടായ്പ വർത്തമാനങ്ങളൊക്കെ കേട്ട് രതീഷ് ചക്രപാണിയുടെ ബോധ്യത്തിലൊന്നും ഒരു കുഴപ്പം സംഭവിക്കില്ല. കാരണം നന്നായി അറിഞ്ഞ് പഠിച്ചും ഈ പറഞ്ഞ പോലെ കൃത്യമായ എന്താണ് ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഒരു 150 ബുക്കുകളെങ്കിലും ഉണ്ട്. കൃത്യമായത് ഈ കൾച്ചറൽ നാഷണലിസം ഇല്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാ? ഏതാ കൾച്ചറൽ നാഷണലിസം ഒട്ടും ഇല്ലാത്ത തങ്ങളുടെ രാജ്യത്തിന്റെ കൾച്ചറിന് പുല്ലുവില നൽകുന്ന ഏതൊക്കെ രാജ്യങ്ങൾ? കൾച്ചറിന് പുല്ലുവില നൽകണമെന്നുള്ളതല്ല അതിനർത്ഥം. കൾച്ചറിന് അമിതമായി നമ്മൾ എന്ത് ചെയ്തതെന്നാണ്. പുല്ലുവില നൽകണമെന്ന് ആരാ പറഞ്ഞു? ഇപ്പൊ UK, US ഇതുപോലെയുള്ള നിരവധി രാജ്യങ്ങൾ പറഞ്ഞുതരാ സംസാരിക്കാൻ കുഴപ്പമില്ല. UK എന്താ സംഭവിക്കുന്നത്? UK ഇപ്പൊ അവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ മൈഗ്രൻസ് ആയി വരുന്ന ഇമിഗ്രൻസ് തന്നെ വരുന്ന ആളുകളെ തടയണം എന്നാണ്. അവിടെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഈ ലോകത്തുള്ള അഭയാർത്ഥികളെ മുഴുവൻ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എണ്ണമില്ല, ജനസംഖ്യ കുറവാണ്, അവർക്ക് ആവശ്യമുണ്ട് ആളുകളെ. ഏതാ മറ്റേ പല സ്ഥലങ്ങളിലേ എന്തൊക്കെ ജനസംഖ്യ ഇല്ല. നേരെ ഇങ്ങോട്ട് ഉദാത്തമായി പറഞ്ഞ മനസ്സിന്റെ പ്രക്രിയ കൂടി എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് അത് ആളുകളെ സ്വീകരിക്കുന്നത്. അവിടെ സംഭവിക്കണമെന്ന് വല്ലതും അറിയോ? ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് അറിയോ വല്ലതോടെ? ഇപ്പൊ അവിടെ മൈഗ്രൻസിനെതിരെയുള്ള വൻ പ്രക്ഷോഭവും അതിനെതിരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഉത്തേജനവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, വലിയ ഹൈപ്പും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർക്കെതിരെയുള്ള ഒരു പൊതുവികാരം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കാനഡയിൽ ബ്രാംപ്ടണിൽ കഴിഞ്ഞ ഏതാണ്ട് 1 മാസം മുമ്പ് 1.5 മാസം മുമ്പ് ഈ പറയുന്ന പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകൾക്കെതിരെ വലിയ പ്രകടനം നടത്തിയതോടെ അപ്പൊ അത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഇപ്പൊ സിഖുകാരായിട്ടുള്ള ആളുകൾ പോലും അവിടെ 2.5% ഉണ്ട് കാനഡയിൽ. അത്തരത്തിലുള്ള ആളുകളടക്കം നിരവധി ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അത്തരത്തിൽ പല വലിയ രാജ്യങ്ങളും ഇതുപോലെ അവരുടെ കൾച്ചറിലേക്ക് മറ്റു കൾച്ചറുകളെ ഉൾക്കൊള്ളാൻ തയ്യാറായി നിന്നിരുന്നിട്ടുള്ള ആളുകളാണ്. അതിനെല്ലാം തകർത്തുകൊണ്ട് ഇത് അമിതമായ പ്രാധാന്യത്തോടുകൂടിയും ഭയങ്കരമായി തലച്ചോറ് പിടിക്കുകയും ചെയ്യുന്ന കാര്യമാക്കി മാറ്റിയാനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കുഴപ്പം കൂടി പറയാം. ഇതേ കുഴപ്പം മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഇന്ത്യക്കാര് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കണ്ടംവഴി ഓടി ഇവിടെ എത്തേണ്ടി വരും. 55 ലക്ഷം പേരുണ്ട് US ൽ മാത്രം. ഈ യഥാർത്ഥത്തിൽ ഇത്ര നാൾ നമ്മുടെ കൾച്ചറിനും നമ്മുടെ സംസ്കാരത്തിനൊന്നും കുഴപ്പമില്ല. ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ ഉള്ളത് അവിടെയാണ്. ഈ ഹനുമാൻ പ്രതിമ ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ അതിനെതിരെ പ്രക്ഷോഭം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ കാണിക്കുന്ന തീവ്രത കൊണ്ട്. സാറേ, ഈ നമ്മൾ ഈ നാഷണൽ സോങ്ങും ദേശീയ ഗാനൊക്കെ ലോകത്തിലെ പല രാജ്യങ്ങളിലെ ആ വരികളിലൂടെ ഒന്ന് പോയി നോക്കുമ്പോൾ ഇതിലിപ്പോ UAE അടുത്ത് കൃത്യമായിട്ട് അള്ളാഹു എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വല്ല ക്രിസ്ത്യൻ രാജ്യത്തിലെ എല്ലാത്തിലും ഭൂരിപക്ഷ സ്ഥാനത്തിലും ദൈവത്തിന് ഒരു പ്രധാന പ്രാധാന്യമാണ് അവരെല്ലാവരും നൽകുന്നത്. ഒന്നുകിൽ ഒരു ക്രിസ്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൈവങ്ങൾക്കായിരിക്കും പ്രാധാന്യം നൽകുന്നത്.
അതെല്ലാം മതരാഷ്ട്രങ്ങളാണ്. അപ്പൊ അങ്ങനെ ഇതിപ്പോ താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആയിപ്പോ അങ്ങനെ മതരാഷ്ട്രമാണോ എന്ന് തെളിച്ചു പറയും, നമുക്ക് മനസ്സിലാക്കാം. മതരാഷ്ട്രമാണോ എന്ന് തെളിച്ചു പറ, അത് മനസ്സിലാക്കാം. അതാണ് കാര്യം, ഫാക്ടറാണ്. ഇപ്പൊ പറഞ്ഞത് കറക്റ്റായി. അതായത് ഇറാനിലുണ്ട്, മറ്റേ സൗദി അറേബ്യയിലുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും, മറ്റ് മതരാഷ്ട്രമല്ലാത്ത മറ്റ് UK US പോലുള്ള പല കൺട്രികളിലും ഉണ്ട്. എവിടെ കൺട്രികളിലും പല രാജ്യങ്ങളിലും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഇത് താങ്കൾക്ക് അതിന്റെ ലിങ്ക് പേഴ്സണലി അയച്ചു തരാം. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ മറുപടി എങ്ങനെ വന്നത്. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ. ഏറ്റവും നല്ല നിലപാടെന്താ? ഇന്ത്യ പോലെ വളരെ വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിലപാട് സിഖും പാഴ്സിയും ജൈനനും ബുദ്ധനും അതുപോലെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് എടുക്കേണ്ട ഏറ്റവും നല്ല നിലപാടെന്ന് പറയുന്നത് നമ്മുടെ ഔദ്യോഗിക പരിപാടികളിൽ ഒന്നും തന്നെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ടുള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന രീതിയിലുള്ള വരികൾ ചേർക്കേണ്ടതില്ല. അത് ചേർക്കാതിരുന്നത് കൊണ്ട് ഈ നാട്ടിൽ ഇത്രയും കാലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ചേർക്കേണ്ട ആവശ്യമുള്ള ചിലരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുത്തിത്തിരിപ്പും തരികിടയും ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, ജനങ്ങളെ യോജിപ്പിക്കാൻ കഴിയണം. അതിന്റെ ഭാഗമായിട്ടാണ് ഗൗതത്തിന്റെ വായിന്ന് വലിയൊരു പുറംപൂച്ച് പുറത്തേക്ക് വന്നത്. എന്താണ് മുസ്ലിംസ് എതിർക്കാത്തതെന്ന് ചോദിച്ചാൽ വലിയ സങ്കടം ഉണ്ടാകും. ശരിക്കും എതിർക്കുന്നവരാണ് ഈ അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? എതിർക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ സഹായിക്കുന്നത്. നമ്മളെ തമ്മിൽ ഇത് നേരത്തെ ഭാരതാംബയുടെ കേസിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഭാരതാംബ ശരിക്കും പറഞ്ഞ എതിർത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഭാരതാംബ എല്ലാവരെയും വീട്ടിൽ വെക്കണമെന്ന് ആൾ ഇവർ എല്ലാവരെയും പൂജിക്കണമെന്ന് പറയും. അതുകൊണ്ട് ഇവരെ എതിർപ്പിക്കാനുള്ള പണിയൊക്കെ ഇവർ നോക്കും. അതുകൊണ്ട് എതിർക്കാതെ വിട്ടാ പോരെ ചോദിച്ചാൽ നടക്കുന്ന കാര്യം. സാറിന്റെ അഭിപ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ അതിൽ അവസാനം നിർത്തുമ്പോൾ വൈൻഡപ്പ് ഒരു കാര്യം ഞാൻ ചോദിക്കാം സാറിനോട്. ഈ വന്ദേ മാതരം എന്ന് പറയുന്ന വരികൾ മുഴുവനായിട്ട് താങ്കൾ തീർച്ചയായിട്ടും നോക്കിയിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അതിലെ വളരെ എന്താണ് സങ്കുചിതമായിട്ടുള്ള വളരെ പ്രശ്നവൽക്കരിക്കുന്ന വരികൾ ഏതൊക്കെയാണ്? ഈ ദുർഗയും സരസ്വതിയും ഈ ലക്ഷ്മിയും മാത്രമാണോ പ്രശ്നം? ഇത് ഞാൻ ഈ മറ്റേ വന്ദേ മാതരത്തിലെ വരികൾ മുഴുവൻ ഞാൻ കാണാതെ പഠിക്കുകയോ ഞാനിപ്പോ ഈ ചർച്ച പറഞ്ഞത് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ താങ്കൾക്കറിയാം ഞാനൊരു ബുക്കോ നോട്ട്ബുക്കോ പേപ്പറോ ഒന്നും ഇല്ലാതെ ഞാൻ വളരെ ഫ്രീ ഹാൻഡായി വന്നിരിക്കുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിപ്പോ ഗൂഗിൾ ചെയ്താൽ പോലും അത് കിട്ടും. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രാൻസ്ലേഷൻ കിട്ടും. പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്റെ ആവശ്യം എന്ന് പറയുന്നത് ഞാനിപ്പോ ആ വരികളെടുത്ത് ഉദ്ധരിക്കുകയും അതിലെന്താണ് കുഴപ്പം എന്ന് ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആവശ്യമില്ല. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. എന്റെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കാലത്ത് പോലും അവര് ഈ രണ്ട് സ്റ്റാൻസകൾ അത് പാടേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം ക്രക്സ് ഇത്രേ ഉള്ളൂ. ആ പാടേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ കാരണം ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവങ്ങളുമായി ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് വരുന്നത് കൊണ്ടിട്ട് അതെന്ത് ചെയ്യണ്ട വേണ്ട എന്നുള്ളത് തീരുമാനിച്ചു. അത് ഏറ്റവും ഉത്തമമായ ഉദാത്തമായ ഒരു നിലപാടാണ് ഏതൊരു രാജ്യവും എടുക്കേണ്ടത്. പ്രത്യേകിച്ചും ഇന്ത്യ പോലെയുള്ള ഒരു ഉപഭൂഖണ്ഡത്തിനേക്കാൾ വലിപ്പവും ഒരു ഡൈവേഴ്സിറ്റിയും ഉള്ള ഒരു രാജ്യം എടുക്കേണ്ട നിലപാടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇന്ത്യയെ അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ ഞാൻ ഇന്ത്യക്കാരുടെ അതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. അതൊക്കെ നഷ്ടപ്പെടുത്തുന്ന പ്രവണതകൾ എവിടെന്നെങ്കിലും. ഒരു കാര്യം കൂടി പറയാം സാറേ. ഇപ്പൊ ഈ സത്യമേവ ജയത എന്ന് പറയുന്ന സാധനം എല്ലാ മതവും സത്യത്തിന് പ്രധാന പ്രാധാന്യം നൽകുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, ഹിന്ദു മതം ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഈ സത്യമേവ ജയത എന്ന് പറയുന്നത് ദേശീയ മുദ്രാവാക്യം, നാഷണൽ മോട്ടോ, അത് മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് വരുന്നത്. അതൊരു മതവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ ഇതിലുള്ള സരസ്വതി, ദുർഗ, ലക്ഷ്മി ഈ മൂന്ന് ദേവതകളും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരാള് പണവും ഐശ്വര്യവുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഗതിയാണ്, മറ്റൊരാള് ആർട്ടുമായിട്ട് സംഗീതം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സാധനങ്ങളാണ്. ഇതൊക്കെ എല്ലാവർക്കും വേണ്ടതാണ്. ഇപ്പൊ താങ്കൾക്കും വേണം അഭിവൃദ്ധി, പണവും. ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും ഹിന്ദുവിനും എല്ലാവർക്കും വേണം. ആർട്ടും മ്യൂസിക്കും ഇതൊക്കെ എല്ലാവർക്കും വേണം. അപ്പൊ ഇതിൽ ഇത്തരത്തിലുള്ള ഇനിയിപ്പോ ജനങ്ങളോട് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ സത്യത്തിൽ ഇനി വന്ദേ ഭാരത് നമുക്ക് രണ്ടോർ കൂടി പാടാം. കാരണം പ്രത്യൂസ് പോലെ അഭിവൃദ്ധി ഉണ്ടാവും. അല്ല, ഞാനൊരു കാര്യം ഇതില് ഉൾപ്പെട്ടിരിക്കുന്ന ഇമേജറി എന്ന് പറയുന്നത് അത് ഒന്നിനെയും പുറന്തള്ളുന്നതല്ല, അതിലൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിലെന്തിനാണ് ഈ സങ്കുചിതമായിട്ടുള്ള കണ്ണിൽ കാണുമ്പോൾ പലതും പ്രശ്നമായിട്ട് മാറിത്തീരും എന്നുള്ളതാണ്. അത് ആ സങ്കുചിതമായ കണ്ണ് രാജ്യത്തെ വിഭജനത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഭയങ്കര തകർത്തു എന്ന് ഭൂലോകം മണ്ടനാണെന്ന് തെളിയിച്ചു. അത്രേ എനിക്ക് ഈ പറയുന്നത് വന്ദേ മാതരം എന്ത് ചെയ്യുന്നു? വന്ദേ മാതരം പാടിയിട്ടുണ്ടെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാവും. ഇത്രയും കാലം പാടാതിരുന്നുകൊണ്ട് ജനത്തിനൊന്നും അഭിവൃദ്ധി ഉണ്ടായില്ല. അപ്പൊ ഇനി അഭിവൃദ്ധി ശരിക്കും പറഞ്ഞാൽ VD സതീശനും നാട്ടുകാർക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവർണർ നിർബന്ധിച്ച് പാടിപ്പിച്ചു. ഗംഭീരമായ ആശയം.
ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞു വേറെ ആരുടെങ്കിലും അടുത്ത് എല്ലേ ഗൗതം മുഖ്യമന്ത്രി വീഡിയോ ഒക്കെ എടുക്കലെന്നും പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കല്ലേ മുഖ്യമന്ത്രിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിട്ടുള്ള മണ്ടനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം, ഇത് പാടാതിരുന്നത് കൊണ്ട് ഇത്ര നാളും അഭിവൃദ്ധി ഉണ്ടായില്ല. ഇത് പാടിയാൽ എല്ലാവർക്കും, അതായത് മുസ്ലിമിന് ക്രിസ്ത്യന് പാഴ്സിക്കും ഒക്കെ തന്നെ ഞങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇത് പാടിക്കോ എന്ന് പറയുന്നതിന് ഒരൊറ്റ കാര്യം, ചോദ്യം, ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഗൗതവും ഗൗതത്തിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഗൗതത്തിന്റെ സുഹൃത്തുക്കളായിട്ട് വോട്ട് ചെയ്ത് പാടുന്നതിന് ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല. ഒറ്റ കാര്യമുള്ളൂ, ഇത് ഇന്ത്യ മഹാരാജ്യത്തെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഔദ്യോഗിക പരിപാടിയാണ്. ആ ഔദ്യോഗിക പരിപാടിയിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെ നാളെ പിണറായി വിജയന് അല്ലെങ്കിൽ ചിലപ്പോൾ ഗോവിന്ദ മാഷ് അധികാരത്തിലേക്ക് എത്തിയാൽ അവർക്ക് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് സൂക്തങ്ങൾ പാടണമെന്നുണ്ടായിക്കോളും. അത് പാടിക്കോ, അവര് വീട്ടിൽ പോയി പാടിക്കോ, നാളെ ശാഖയിൽ പോയി ഗൗതമൊക്കെ പാടിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടിയായി വരുമ്പോ അതെല്ലാവർക്കും അങ്ങനെ തോന്നണം എന്നില്ല. ആ തോന്നണം ഇല്ലാത്തത് കൊണ്ട് ഇത്രയും കാലം ഈ പാട്ടാരും പാടേണ്ടതല്ല പറഞ്ഞത്. ഈ പാട്ട് ഔദ്യോഗികമായി ഈ സ്റ്റാൻസകൾ ഒരു ഗവൺമെന്റ് പരിപാടിയിൽ എടുക്കേണ്ടത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകണം, ഈ പാട്ട് പാടിയിൽ അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിൽ പാട്ട് പാടുകയോ വേണമെങ്കിൽ ഡാൻസ് കളിക്കുകയോ വേണമെങ്കിൽ തെയ്യമായി തുള്ളുകയോ ഗാനമേള നടത്തുകയോ ഒക്കെ ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. ഇത് നിർത്തുമ്പോൾ എനിക്ക് ഇതേ പറയാനുള്ളൂ, നിർത്താൻ പറ്റില്ല. താങ്കളുടെ എല്ലാ ബഹുമാനവും എല്ലാ റെസ്പെക്റ്റും നൽകിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളെ പൂർണ്ണമായിട്ടും ബഹുമാനിക്കുന്നു. താങ്കളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് മറ്റു മതത്തിലുള്ള ആളുകളെ മതേതരത്തെ അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. വന്ദേമാതരം എഴുതിയ ആളുകളോടോ വന്ദേമാതരം എന്ന് പറയുന്ന കവിതയോടോ ഒന്നും എനിക്ക് യാതൊരു വിധ എതിർപ്പില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, നാളെ നേരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റും ഒക്കെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം, ഏതെങ്കിലും ഒരു മതത്തിന്റെ ദേവതകളോ അല്ലെങ്കിൽ ദേവന്മാരോ ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്റ്റാൻസ, ആ സ്റ്റാൻസ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. നാളെ വി ഡി സതീശന് വിശ്വസിക്കാം, ഗൗതം കൃഷ്ണക്കും വിശ്വസിക്കാം, നാളെ നരേന്ദ്രമോദിക്കും വിശ്വസിക്കാം, പാടാം, നമുക്ക് യാതൊരു വിശ്വാസമില്ല. പക്ഷെ ഒരു ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു മതത്തിന്റെയും ഒരു ദൈവത്തിന്റെയും പേരുകൾ വരുന്ന ഒരു സ്റ്റാൻസ പരിപാടിയുടെ ഭാഗമാക്കേണ്ടതില്ല എന്ന് പറയുന്ന വാദമാണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഏറ്റവും അനുകൂലമായത് എന്നുള്ളത് മാത്രമാണ് എന്റെ കാര്യം. അല്ലാതെ ഇതിൽ മതവിദ്വേഷമുണ്ടെന്നോ വേറെ എന്തെങ്കിലും ഉണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞു. നന്ദഗോവിന്ദം ഭജൻസിനെ അവരൊരു അമ്പലത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം പാടിയതിനെ എതിർത്തവർക്കും തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ് പറയാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എന്റെ അഭിപ്രായം. ഞാൻ താങ്കളുടെ അഭിപ്രായത്തെ, കാരണം അതെന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ദേവതയുടെ ഒരു സാധനം ഉപയോഗിച്ചു, എന്താണ് യേശു ക്രിസ്തുവിനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാണല്ലോ എതിർത്തത്. പല സംഘികളെ എതിർത്തിട്ടില്ല. അവരും പറയുന്നത് ഏതാണ്ട് ഇത് കാര്യം തന്നെയാണ്. എന്തിനാണ് മറ്റൊരു ദേവതയുടെ സാധനം പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു പോവല്ലേ എന്റെ സുഹൃത്തെ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യല്ലേ, മറ്റേ വലിയ മിടുക്കനാവല്ലേ. അതൊരു അമ്പലത്തില്ല പുറത്തുള്ള പരിപാടിയിൽ അവരുന്നയിച്ചതിനെ കുറിച്ച് വന്ന വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല, കാരണം അത് പുറത്താണ് അവർ പാടിയത്, അത് പാടിയതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള വിശ്വാസക്കാരാണ് ഞാൻ. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് ഗവൺമെന്റിന്റെ പരിപാടിയാണ്, ഇത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടിയാണ്. നാളെ കളക്ടർക്ക് എന്ത് ചെയ്യാം, വന്ദേമാതരം പാടാൻ വിശ്വസിക്കാം. പക്ഷെ കളക്ടറേറ്റിൽ വരുന്ന ആളുകൾ വന്ദേമാതരം പാടിക്കൊണ്ടും ഈ സ്റ്റാൻസുകൾ പാടിക്കൊണ്ടും പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത്രയുള്ള വന്ദേമാതരമല്ലേ സാറേ പാടിയത്? ഒരു കാലത്ത് കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം കി ജയ്. എനിക്ക് അതിൽ ഒരു അഭിമാനമില്ല. അത് ഒരു മതത്തിനെയും പ്രശ്നമാക്കുന്നതല്ല. വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു കാലത്ത് രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധിയും അതേപോലെ തന്നെ ആന്റി ബ്രിട്ടീഷ് എന്ന നിലയിൽ രാജ്യത്തെ എല്ലാവരും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മുഴുവനായിട്ട് പാടിയ ഒരു ഗാനമാണ്. അത് ഒരു കാലത്ത് മുസ്ലിം ലീഗും മറ്റു ആളുകളും മുഹമ്മദ് അലി ജിന്നയൊക്കെ ആയിട്ട് എതിർപ്പായി വന്നിരിക്കുന്നു. അപ്പൊ അതിനെയൊക്കെ ഏതെങ്കിലും ഒരു മതത്തിന്റെ സാധനമാണ് വന്ദേ മാതരം എന്നും പറഞ്ഞിട്ട് പറയുന്നതിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഃഖം തോന്നുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായത്തെ പക്ഷെ ഞാൻ മാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. പറഞ്ഞോളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഈ സ്റ്റാൻസുകൾ നേരത്തെ പാടിയിരുന്നില്ല.
അത് പാടണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയും ഒരു യൂട്യൂബ് ചർച്ചയുടെ ഇടയ്ക്കിരുന്ന് പോലും വന്ദേമാതരം കീ ചെയ്യുന്നു പറഞ്ഞ് ഹിസ്റ്റീരിയ ബാധിച്ച പോലെ മാനസികമായ അസ്വസ്ഥം ബാധിച്ച പോലെ വിളിക്കുകയും ചെയ്യുന്ന ലെവലിലെ വർഗീയതയും ഈ പറയുന്ന പോലെ കുത്തിച്ചേർക്കുകയും താങ്കൾ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കെ ഇനി എന്റെ കാര്യമാണ് താങ്കളുടെ മറ്റേ പ്രകടനമാകട്ടെ അത് താങ്കളുടെ മറ്റേ മനസ്സിലായി എനിക്ക് താങ്കളെക്കാൾ വലിയ പ്രകടനം നടത്താൻ അറിയാം അതുകൊണ്ട് അത്തരത്തിൽ കുത്തിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കാണ്. ഇത്രയും കാലം ഇവിടെ പല ഗവൺമെന്റുകൾ ഈ കേരളത്തിൽ 1957 മുതലുള്ള നിരവധി ഗവൺമെന്റുകൾ ചുമതലയെടുത്തിട്ടും ഈ സംസ്ഥാനങ്ങളിലുള്ള നിരവധി ഗവൺമെന്റുകൾ ചുമതലയെടുത്തിട്ടുട്ടും ഈ വന്ദേ ഭാരതത്തിന്റെ 2 സ്റ്റാൻസ പാടാതിരുന്നുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടായില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ ഭാരതാംബയും വന്ദേ മാതരവും ഒക്കെ കുത്തിച്ചേർക്കുന്നതിന്റെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ആ കാര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ശിഥിലീകരണത്തിന്റെയും വിഭജനത്തിന്റെയും ഉപകരണങ്ങളാക്കി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്റെ ആദ്യത്തെ പോയിന്റ് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരു മതത്തിനെയും ഈ പറഞ്ഞ ഒരു മതത്തിന്റെ ദൈവങ്ങളെയും ആരാധിക്കുന്ന രീതിയിലുള്ള വരികൾ ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉണ്ടാകുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പാട്ടുകളെ കുറിച്ചോ അല്ലെങ്കിൽ ആ കവിതകളെ കുറിച്ചോ ഒന്നും എനിക്ക് മോശമായിട്ടുള്ള അഭിപ്രായമില്ല. എന്റെ ആദ്യത്തെ പോയിന്റ് അതാണ് ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇത് കോൺഗ്രസ് എതിർക്കുന്ന ഒരു കാര്യമാണ്. ആ കോൺഗ്രസ് എതിർക്കുന്ന കാര്യമായിട്ടും ഇവിടെ കോൺഗ്രസ് അതിനെ അലംഭാവത്തോടുകൂടി വിട്ടുകളഞ്ഞു എന്നുള്ളത് മാത്രമാണ് എന്റെ പ്രശ്നം. താങ്കൾക്ക് റോട്ടി പോയി എന്ന് മുദ്രാവാക്യം വിളിക്കാം, വേണമെങ്കിൽ ഉറക്കെ പാടുകയും ചെയ്യാം, ശാഖയിലും പാടാം, എനിക്കത് തെറ്റൊന്നും. ഞാൻ രാജസ്ഥിയാണ്, എനിക്കതിലൊരു അഭിമാന പ്രശ്നമായിട്ടും എന്റെ അച്ഛനും എന്റെ മുത്തച്ഛനും എന്റെ ഞാനും തന്നെ രാജസേവികളായിരുന്നു. ആ രാജസേവികൾ വന്ദേമാതരം പാടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരാരും രാജസേവികളല്ല എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ഈ 2 കൊല്ലം മുമ്പ് താങ്കൾക്ക് പോലും വന്ദേമാതരം പക്ഷെ വണങ്ങിയിട്ട് 2 രാജ്യസേവവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ രാജ്യസ്നേഹം ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ നാടിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്ത് മരിച്ചു പോയിട്ടുള്ള പൂർവികർ അവരുടെ ഈ പറഞ്ഞ പോലെ രക്തം കൊടുത്തു നേടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനകത്തുള്ള രാജ്യസ്നേഹമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ടും ഷൂളൊക്കെയിട്ടുള്ള ആളുകളുള്ളതുകൊണ്ടും നിങ്ങൾക്ക് വന്ദേ മാതരവും ഭാരതാംബയും വേണ്ടി വരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ റോട്ടി ചെയ്ത് മുദ്രാവാക്യം വിളിക്കും. വന്ദേ മാതരത്തിൽ എന്തായാലും അപരമരവിദ്വേഷമില്ല. അപരമരവിദ്വേഷം ഉള്ളതുകൊണ്ടല്ല ഒരു മതത്തിന്റെയും വീണ്ടും ഞാൻ അവിടുത്തെ ഒരു മതത്തിന്റെയും ദൈവങ്ങളെ ആരാധിക്കുന്ന വരികൾ ഒരു ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കുന്നതിനോട് യോജിപ്പില്ല. അത്രയുള്ള കാര്യം. അല്ലാതെ ഇതില് അപരമത വിദ്വേഷം ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. അത് നാളെ നബിയെ ആരാധിക്കുന്ന ഒരു പാട്ടോ യേശുവിനെ ആരാധിക്കുന്ന ഒരു പാട്ടോ സിഖ് ദൈവങ്ങൾ ആരാധിക്കുന്ന പാട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അപരമത വിദ്വേഷം ഉണ്ടാവില്ല. പക്ഷെ അത് ചെയ്യുന്നത് ഒരു ഔദ്യോഗിക പരിപാടിയിൽ അടിച്ചേൽപ്പിക്കുന്നതിനെ ഒരു കാരണവശാലും ഞാൻ അനുകൂലിക്കുന്നില്ല. അത് ഗൗതം കൃഷ്ണ പേടിപ്പിച്ചാലൊന്നും രതീഷ് ചക്രവർത്തി പേടിപ്പിക്കില്ല. ആരും പേടിപ്പിച്ചാലും ഈ ഭൂമിയിൽ ആര് പേടിപ്പിച്ചാലും പേടിപ്പിക്കും. ശരി, എന്തായാലും ഞാൻ ആരും പേടിക്കുന്നില്ല. താങ്കളുടെ അഭിപ്രായത്തെ ഇന്ന് എല്ലാ വിലയും അതോടൊപ്പം തന്നെ റെസ്പെക്ട് ഞാൻ നൽകുന്നു. ഒരുപാട് നന്ദി. ഇത് ട്രോൾ